ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീമദ് ഭാഗവത സത്ര സമിതിയുടെ 4 പതിറ്റാണ്ട് കടന്നു വെക്കുന്ന ഈ സബരിയിൽ ഇന്നിപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ പ്രത്യക്ഷ കൃഷ്ണനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥകളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ തട്ടകത്തെ ദേവിയായ ശ്രീ മാരംകുളങ്ങര അമ്മയുടെ കഥയും കൂടെ കൂട്ടത്തിലൊന്നായിക്കോട്ടെ എന്ന ആ കാരുണ്യമായിരിക്കാം ഇന്ന് ദേവി മാഹാത്മ്യം കഥ ഇവിടെ പറയാൻ ഇടവരുന്നത്. മാത്രമല്ല, ഇന്നത്തെ ദിവസം പ്രാധാന്യമുള്ള ദേവി മാഹാത്മ്യത്തിന്. കാരണം ഇന്ന് പോക്ക് വെള്ളിയാഴ്ച കൂടാതെ അഷ്ടമ്യാം ചതുർദശ്യാം നവമ്യാം ചൈകചേതസ ശ്രോഷ്യന്തി ജൈവയേ ഭക്തിയാ മമ മാഹാത്മ്യമുത്തമം. ഇതിലെ 12ാം അധ്യായത്തിലാണ് ഈ മാഹാത്മ്യം പറഞ്ഞാലുള്ള അതിൻ്റെ ഫലശ്രുതികൾ പറയുന്നത്. അപ്പോൾ അതിൽ എന്നാണ് ഈ ദേവി മാഹാത്മ്യം വായിക്കുകയും പറയുകയും ചെയ്യുന്നത്? പറയും എല്ലാ ദിവസവും വേണം, സാധിച്ചില്ലെങ്കിലും അഷ്ടമ്യാം വ ചതുർദശ്യാം നവമ്യാം ചൈകതേസ. അഷ്ടമി നവമിയിലാവാം, അതേപോലെ തന്നെ ചതുർദശി, അന്ന് ചതുർദശിയാണ്. സന്ധ്യ സമയം അടുക്കാറായി. ആ സവിശേഷ സമയം തീർച്ചയായിട്ടും ദേവി ഉപാസകർക്ക്, ഈ ദുർഗാ സപ്തശതി ഉപാസകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. കാരണം ഈ ഉത്തരേന്ത്യയിലൊക്കെ ദുർഗാ സപ്തശതി ഏറ്റവും കൂടുതൽ ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്, ബംഗാളിലും ഒക്കെ തന്നെ. ദുർഗാ സപ്തശതി എന്ന് പറയുന്നത് ദുർഗാദേവിയുടെ സപ്തശതി 700 മന്ത്രങ്ങളാണ് ശ്ലോകങ്ങളിലെ. ഗീതയും സപ്തശതി എന്ന് പറയും. 1,24,000 ശ്ലോകങ്ങളിലെ മഹാഭാരതത്തിലെ 700 ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. അതും സപ്തശതി എന്ന് പറയുന്ന പോലെ സപ്തശതിയാണ്, ദുർഗാ സപ്തശതിയാണ് ദേവി മാഹാത്മ്യം. അപ്പോൾ ആ ദേവി മാഹാത്മ്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ശ്രദ്ധിക്കാൻ ഇട വരുന്നത്. മറ്റൊന്ന്, ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ശ്രീ പത്മനാഭസ്വാമിക്ക് ഇന്ന് ആറാട്ടാണ്. കലിയുഗവരതനായിട്ടുള്ള ഭഗവാൻ ശബരിമല ശ്രീധർമ്മശാസ്താവിനും ഇന്ന് ആറാട്ടാണ്. 18 പടിക്ക് ഉദയനാഥനാണ്. എന്താണ് ഈ 18 പടികൾ? അത് ഈ ദേവി മാഹാത്മ്യത്തിൻ്റെ ആരംഭത്തിലൊക്കെ 18 വിദ്യകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 4 വേദങ്ങൾ നമുക്കറിയാം, ഋഗ് യജുർ സാമ അഥർവ വേദങ്ങൾ. അതുപോലെ 6 അംഗങ്ങളുണ്ട്: ശിക്ഷാകൽപ്പ വ്യാകരണ നിരുക്ത ജ്യോതിഷ ഛന്ദാംസി. ശിക്ഷാകൽപ്പം വ്യാകരണം ജ്യോതിഷം നിരുക്തം ഛന്ദസ് മുതലായിട്ടുള്ള 6 അംഗങ്ങളുണ്ട്, കൽപ്പമടക്കം. അതേപോലെ തന്നെ പിന്നീട് മീമാംസ, ന്യായം, പുരാണം, ധർമ്മശാസ്ത്രം എന്നീ ശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ 6, 4, 14, 14 ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, അർത്ഥവേദം എന്നിങ്ങനെ ശാസ്ത്രങ്ങൾ. ഇങ്ങനെ ഈ 18 വിദ്യകളെ അറിയുമ്പോഴാണ് വാസ്തവത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിലെ ജ്ഞാനത്തിൻ്റെ മാർഗം. തത്വജ്ഞാനാൽ മോക്ഷപ്രാപ്തിർ ഭവതി എന്നൊക്കെ നൈയായികന്മാർ പറയും. ഇവിടെ ഈ അറിവ് എന്നുള്ളത് വേദം തന്നെ അറിവാണ്. വിദ് ജ്ഞാനേ എന്ന വാക്കുന്നാണ് വേദശബ്ദം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ അറിവിൻ്റെ ഒരു ഭണ്ഡാകാരമാണ് ഭാരതീയ സംസ്കൃതി എന്നർത്ഥം. ഒരായുസ്സല്ല 1000 വർഷം പഠിച്ചാലും തീരാത്തത്ര ലോകത്തിലെ ഏറ്റവും വലിയ വിസ്തൃതമായ ആ വൈദിക സംസ്കൃതിയുടെ ശക്തി നമുക്കിപ്പോഴും അറിയാനും പറയാനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന പോലെയാണ് നമുക്കൊന്നും നമ്മുടെ ഈ ശാസ്ത്രത്തിൻ്റെ ആ വൈപുല്യം, അഗാധത, ഗാംഭീര്യം, ശക്തി സ്രോതസ്സൊന്നും കൃത്യമായി അറിയാം. ഈശ്വരനെ നേരിട്ട് കണ്ടില്ലല്ലോ, കാണാൻ കഴിയില്ലല്ലോ, വർണ്ണിക്കാൻ കഴിയില്ലല്ലോ. ഇന്നതെന്ന് എന്താണ് ആ ഭാവം നമുക്ക് പറയാൻ കഴിയാത്ത പോലെ തന്നെയാണ് നമ്മുടെ ഈ വേദവും വൈദിക സാഹിത്യവും അതിൻ്റെ ശക്തികളൊക്കെ തന്നെ. അപ്പോൾ വേദാംഗങ്ങളിൽ ഒന്ന് തന്നെയാണ് നമുക്ക് മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭാഗവത പുരാണം, ഭവിഷ്യപുരാണം മുതലായിട്ടുള്ള 18 പുരാണങ്ങൾ. വളരെ പ്രസിദ്ധമായിട്ടുള്ള മാർക്കണ്ഡേയ പുരാണം, മാർക്കണ്ഡേയ മഹർഷി കൗശിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലെ ആണ് ഈ കഥകൾ വരുന്നത്. അതിൽ തന്നെ നമുക്ക് 79ാമത്തെ മാർക്കണ്ഡേയ പുരാണത്തിലെ 79ാമത്തെ അധ്യായം മുതൽ 90ാമത്തെ അധ്യായം കൂടി 13 അധ്യായങ്ങളിലാണ് ഈ 700 മന്ത്രങ്ങൾ വെച്ചിരിക്കുന്നത്.
അതുകൊണ്ടാണ് സപ്തശതി എന്ന് പറയുന്നത്. സപ്തശതി പാരായണം, ദുർഗാ ദേവിമാഹാത്മ്യ പാരായണം വളരെ പ്രസിദ്ധമാണ്. ആ ദേവിമാഹാത്മ്യത്തിൽ നമുക്ക് കഥയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആ ദേവി ഗുണാതീതിയാണ്. സത്വം, രജസ്, തമസ് മുതലായിട്ടുള്ള ഗുണങ്ങൾക്ക് ഒന്നും വഴങ്ങുന്നവളല്ലെങ്കിലും സഗുണയായി ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തമോ ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് ഭദ്രകാളിയായും രജോ ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് മഹാലക്ഷ്മിയായും സത്വഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് ദേവി സരസ്വതിയായിട്ടും വിളങ്ങുന്നു. അപ്പോൾ മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയുമായി അതാത് ഗുണങ്ങളെ സ്വീകരിച്ച് ഭക്താനുഗ്രഹവർഷത്തിനായി ദേവി അവതരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഗുണാതീതയാണ്, ഭേദമില്ലാത്തതാണ്, ഏകമാണ്, ഒരേ ഒരു രൂപത്തിൽ നിൽക്കുന്നതാണ്, സച്ചിന്മയമാണ്. ബ്രഹ്മേതി പരമാത്മേതി എന്നുള്ള പറയുന്ന ബ്രഹ്മമെന്നും പരമാത്മമെന്നും ഒക്കെ ഉദ്ഘോഷിക്കുന്ന ശബ്ദത്തിന് ഏറ്റവും യോജിക്കുന്ന രൂപമില്ലാത്ത, ഗുണമില്ലാത്ത, ഗുണാതീതയായ, കാലദേശങ്ങളെ അതിവർത്തി നിൽക്കുന്ന ആ മഹൽ സ്വരൂപത്തെ, മഹാമായയെ ഇവിടെ നമുക്ക് 3 രൂപങ്ങളിലായിട്ട് ഭക്താനുഗ്രഹം. എന്തിനാണ് ഇങ്ങനെ രൂപങ്ങൾ എടുക്കുന്നത്? ത്രിഭുവന സാക്ഷി ഭജതനുഗുണകൃതി മരണ ഭവാന്നോ തദഭിജതാൻ നിജ ഭജനായ ഭജതി ഭജതാമരണ ഭവാന്നോ. 3 ലോകങ്ങൾക്കുള്ള ഭഗവാനെ അങ്ങനെ തന്നെ പറയുന്നു. 3 ലോകത്തിനും സാക്ഷിയായിട്ടുള്ള ഭഗവാനെ ജനിക്കുക, വളരുക, ഇല്ലാതാവുക, അവതാരം, സ്വർഗാരോഹണം എന്നീ ഭാവഭേദങ്ങൾ ഒന്നുമില്ല. എങ്കിലും നിജഭജനായ ഭജതി, തൻ്റെ ഭക്തജനങ്ങൾക്ക് ഭജിക്കുവാൻ വേണ്ടി ഓരോ രൂപത്തെ എടുക്കുന്നു എന്ന് മാത്രം. അതുപോലെ ജഗദംബികയും ഭദ്രകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും രൂപമെടുത്ത് ഏനകേനാപ്യുപായേന മനകൃഷ്ണേ നിവേശയിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏതു വിധത്തിലും ആ ദേവിയിൽ, ജഗദംബികയിൽ, ഈശ്വരനിൽ നമ്മുടെ മനസ്സ് എത്തിക്കുക എന്നത് തന്നെയാണ് ഋഷീശ്വരന്മാർ കണ്ടെത്തിയ വഴി. കാരണം ആ ജഗദംബിക പ്രസാദിച്ചാൽ ത്വയി പ്രസന്നേ സതി കിമന്യൽ, ത്വയി അപ്രസന്നേ സതി കിമന്യൽ. ആ ജഗദംബികയുടെ പ്രസാദമുണ്ടെങ്കിൽ പിന്നെന്തു വേണം? ആ പ്രസാദമില്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. എന്തു തന്നെ പഠിച്ചാലും എന്തുദ്യോഗം വരിച്ചാലും നിൻ കൃപ എന്നൊന്നില്ലെങ്കിൽ നിഷ്ഫലം മാത്രം. ആ കൃപ ഇല്ലെങ്കിൽ നിഷ്ഫലമാണ്. അപ്പോൾ ആ കൃപ നമ്മൾ ഉണ്ടാവാൻ ഓരോ രൂപത്തെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കഥ പറഞ്ഞു തരാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ദേവിമാൽവത്തിൻ്റെ ആ 1ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പറയുന്നത് സാവർണി സൂര്യതനയോ യോ മനു കത്യദേഷ്ടമഃ നിശാമയ തദുൽപത്തിം വിസ്തരാൽ ഗതതോ മമ മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സബഭൂവ മഹാഭാഗ സാവർണിസ്തനയോരമേഹ സാവർണിസ്സൂര്യതനയോ സ്തനയ. സൂര്യതനയനായിട്ട് സൂര്യൻ്റെ പുത്രനായിട്ടുള്ള സാവർണി അത് അഷ്ടമ മന്വന്തരത്തിൻ്റെ അധിപനാവാൻ പോവുകയാണ്. എന്താണ് ഈ മന്വന്തരങ്ങൾ? അത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അങ്ങനെ 14 കൽപ്പമുണ്ട്. ആ കൽപ്പത്തിൽ 71 മന്വന്തരങ്ങൾ, ഓരോ കൽപ്പങ്ങൾ വരണം. അതിന് ഓരോ ചതുർയുഗങ്ങളുടെ ആവർത്തി 71 ഉണ്ടാവണം. അങ്ങനെയുള്ള മന്വന്തരങ്ങളുടെ ആവർത്തിയാണ് കൽപ്പമാകുന്നത്. നമുക്കറിയാം സത്യയുഗമെന്നും ത്രേതായുഗമെന്നും ദ്വാപരയുഗമെന്നും കലിയുഗമെന്നും. ഇതൊക്കെ ദിവ്യ സംവത്സരങ്ങൾ 4200, 3600, 2400, 1200 വീതം ദിവ്യ സംവത്സരങ്ങളാണെന്ന് പറഞ്ഞാൽ വളരെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നടത്താം. ആ നമ്മുടെ മനുഷ്യരുടെ ആ ദിവ്യ സംവത്സരങ്ങളുടെ 71 ആവർത്തിയാണ് ഒരു മന്വന്തരം.
ഓരോ മന്വന്തരത്തിനും ഓരോ അധിപന്മാർ, 14 മന്വന്തരങ്ങൾ വരും കൽപ്പത്തിൽ. ഓരോ മന്വന്തരം സ്വാരോജിഷ മന്വന്തരൻ, സ്വയംഭൂവ മന്വന്തരൻ എന്നുള്ള ഓരോ മനുക്കൾക്കും അധിപതിയായിട്ട് ദീർഘകാലം ധർമ്മം അനുശാസിച്ചുകൊണ്ട് രാജപദവിയിൽ കഴിയുന്നവരാണ് മന്വന്തര അധിപന്മാർ. ആ മന്വന്തര അധിപൻ 8ാമത്തെ മന്വന്തരത്തിൽ, ഇപ്പോൾ 7ആണ്, വരാൻ പോകുന്ന മന്വന്തരത്തിൻ്റെ അധിപനായിട്ടുള്ള സാവർണി, സൂര്യൻ്റെ പുത്രനായിട്ടുള്ള സാവർണിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സാവർണ്യ മന്വന്തരത്തിൻ്റെ അധിപനാവാൻ പോകുന്ന ആൾ, അതായത് ത്വഷ്ടാവിൻ്റെ പുത്രിയായിട്ടുള്ള സപ്നയെയാണ് സൂര്യൻ വിവാഹം കഴിച്ചത്. ആ സൂര്യൻ്റെ ഒരു പുത്രനാണ് വൈവസ്വതൻ. വിവസ്വാൻ പറഞ്ഞ സൂര്യനാണ്, വൈവസ്വതൻ സൂര്യപുത്രൻ. ഇപ്പോൾ 7ാമത്തെ മന്വന്തരാണ്. ശ്വേതവരാഹകൽപേ സപ്തമേ മന്വന്തരേ എന്നൊക്കെ വിധികളിലൊക്കെ പറയും. അതിൽ 7ാമത്തെ മന്വന്തരം ഇപ്പോൾ വൈവസ്വത മന്വന്തരാണ്. ആ വൈവസ്വത മന്വന്തരം കഴിഞ്ഞാൽ, അതിൽ പകുതിയോളം ഇപ്പോൾ ആയിട്ടുള്ളൂ, ഇനിയും പകുതി വർഷങ്ങളുണ്ട് ഈ മന്വന്തരത്തിൻ്റെ ഭാഗം കഴിയാൻ. ചതുർയുഗങ്ങൾ ആവർത്തിച്ച് വീണ്ടും പ്രളയം വരും, വീണ്ടും പഴയ പോലെ ആവർത്തിക്കുന്നതാണല്ലോ കണക്ക്. അതിൽ ഇനി വരാൻ പോകുന്ന മന്വന്തരത്തിലാണ് മന്വന്തരാധിപത്യം അങ്ങനെ കിട്ടി. മഹാമായ അനുഭാവേന, അപ്പം മഹാമായയുടെ അനുഭാവത്താൽ ഒരു മന്വന്തരത്തിൻ്റെ ആധിപത്യം തന്നെ ഒരു രാജാവിന് ലഭിച്ചു. ഒരു രാജാവിന് രാജ്യമോ കുറച്ച് അടുത്ത പ്രദേശങ്ങളോ വെട്ടിപ്പിടിക്കലല്ല, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കാലഘടനയിലെ മന്വന്തരാധിപത്യം തന്നെ മഹാമായയുടെ അനുഭാവം കൊണ്ട്, ആ ഭാഗ്യം കൊണ്ട്, ആ കടാക്ഷം കൊണ്ട് ലഭിച്ചു എന്ന് പറയുന്നതായിട്ടാണ് തുടങ്ങുന്നത്. ആ ആളാരാണ്? അദ്ദേഹമാണ് സ്വാരോജിഷേ അന്തരേ പൂർവം ചൈത്രവംശസമുദ്ഭവ സുരഥോ നാമ രാജാഭൂൽ സമസ്തേ ക്ഷിതിമണ്ഡലേ. അപ്പോൾ ഈ മന്വന്തരങ്ങളുടെ കാര്യം പറയുമ്പോൾ സാവർണി എന്നുള്ളത് സൂര്യൻ്റെ മറ്റൊരു പുത്രനാണ്. അപ്പോൾ ആദ്യ ഭാര്യയായിട്ടുള്ള സപ്ന, അദ്ദേഹത്തിനുണ്ടായ പുത്രൻ വൈവസ്വതൻ, ഇപ്പോഴത്തെ മന്വന്തരാധിപൻ, പിന്നെ യമധർമ്മ രാജാവ്, അതുപോലെ തന്നെ കാളിന്തി. ഇങ്ങനെ ഒരു പെൺകുട്ടി, 2 ആൺകുട്ടികളാണ്. സപ്നയിലുള്ളത് സൂര്യന്. പിന്നീട് ഈ സപ്ന സൂര്യൻ്റെ ഈ പാരുഷ്യം എങ്ങനെ സ്വീകരിക്കും, സഹിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തപസ്സിന് പോകാൻ പുറപ്പെട്ടു. ഒരു തപസ്സിനായിട്ട് പുറപ്പെടുമ്പോൾ തൻ്റെ പതിയെ ശുശ്രൂഷിക്കാനായി തൻ്റെ ഛായയിൽ തന്നെ, സപ്നയുടെ ഛായ, നിഴലിൽ നിന്ന് തന്നെ ഒരു കന്യകയെ സൃഷ്ടിച്ചുകൊണ്ട് സൂര്യനായിട്ട് നൽകി ശുശ്രൂഷിക്കാൻ. അതാണ് ഛായാസപ്ന എന്നാണ് അവർക്ക് പേര് വന്നത്. അതുപോലെ സവർണയായതുകൊണ്ട്, ഇവിളെപ്പോലെ സപ്നയെപ്പോലെ വർണ്ണമുള്ളതായതുകൊണ്ട് സാവർണി എന്നും പേര് വന്നു ആ സൂര്യതനയന്. അദ്ദേഹത്തിനും ശനൈശ്വർ എന്നുള്ള മറ്റൊരു പുത്രനും ഈ ഛായയിലുണ്ട്, തപതി എന്ന പുത്രിയുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ കഥ പറയുമ്പോൾ സ്വാരോജിഷ മന്വന്തരത്തിലെ ചൈത്രവംശത്തിലെ സുരഥൻ എന്നു പേരുള്ള മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മക്കളെ പോലെ തന്നെയാണ് എല്ലാ പ്രജകളെയും അദ്ദേഹം നോക്കി പരിപാലിച്ചു വന്നിരിക്കുന്നത്. യഥാർത്ഥ രാജധർമ്മങ്ങൾ മുഴുവൻ അതേപോലെ പരിപാലിച്ച ആളാണ്. ഇപ്പോൾ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ, ഭരണാധികാരികളെന്ന് പറഞ്ഞാൽ, അവർ കാളിദാസൻ പറഞ്ഞ പോലെ ആദാനം ഹി പ്രധാനായ ജലം വാരിമുജാമിവ എന്നാണ് രഘുവംശത്തിൽ കാളിദാസ മഹാകവി പറഞ്ഞത്. സ്വീകരിക്കുന്നത് ഇരട്ടിയായിട്ട് നൽകാനാണ്. ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് കുറച്ച് നികുതി സ്വീകരിക്കുകയും അതിൻ്റെ എത്രയോ ഇരട്ടി സുഖ സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ്. അങ്ങനെയുള്ളവരാരായിരിക്കും? അവർ ത്യാഗികളാവണം. എനിക്ക് എന്ന് വേണ്ടി പിടിച്ചടക്കുന്നവരാരും ത്യാഗികളല്ല. അവർക്കൊന്നും ജനക്ഷേമ പ്രവർത്തനം നടത്താൻ കഴിയുമില്ല. കാരണം സ്വന്തം പദവിക്കോ സ്വന്തം ആവശ്യങ്ങൾക്കോ ഒക്കെ ചെയ്യുമ്പോഴാണ് അത് ജനങ്ങൾക്ക് ക്ഷേമകരമാവാതിരിക്കുക. പക്ഷേ രഘുവംശ രാജാക്കന്മാർ മുഴുവൻ ത്യാഗസമ്പന്ന, രാമനെയും ശ്രീരാമനെയും ഒക്കെ നമുക്കറിയാമല്ലോ. അവരൊക്കെ രാജ്യം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പരസ്പരം വാഗ്വാദങ്ങളായത്, പിടിച്ചെടുക്കാനല്ല. അത് അച്ഛൻ്റെ വാക്കനുസരിക്കണം എന്നാണ് 4 മക്കളും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ത്യാഗത്തിൻ്റെ മാത്രം മൂർത്തിഭാവങ്ങളായിട്ടുള്ള രാജാക്കന്മാരെക്കുറിച്ച് ധാരാളം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊട്ടും കുറവുള്ള ഒരാളായിരുന്നില്ല ഇവിടെ സ്വാരോജിഷ മന്ദിരത്തിലെ സുരഥൻ എന്നു പേരുള്ള മഹാരാജാവ്. അദ്ദേഹം നന്നായിട്ട് രാജ്യം ഭരിക്കുമ്പോഴും
എല്ലാം നല്ലത് ചെയ്തവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. ഇത്രയും കാലം നല്ല പ്രവൃത്തി മാത്രമേ ചെയ്തുള്ളൂ, എന്നിട്ട് എന്തേ എനിക്ക് ഇങ്ങനെ വരാമെന്ന് വെച്ചാൽ അങ്ങനെ വരും. എന്താണ് അങ്ങനെ വരുന്നത് വെച്ചാൽ ലോകനിയതിയാണതൊക്കെ. ഏകപക്ഷീയമായ സുഖവും ഏകപക്ഷീയമായ ദുഃഖവും ഉണ്ടാവില്ല. ഏത് ദുഃഖത്തിനിടയിലും നമുക്ക് സുഖത്തിൻ്റെ വെളിച്ചം കാണാൻ കഴിയും. ഏത് സൗഖ്യത്തിൽ മതിമറന്നിരിക്കുമ്പോഴും അവിചാരിതമായ ദുഃഖങ്ങളെ നേരിടേണ്ടി വരും. ഈ രണ്ടും പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയിൽ ഇടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഇടയ്ക്ക് വരൾച്ചയും ഉണ്ടാകുന്നു, ഭൂമി കുലുങ്ങുന്നു, ഇങ്ങനെ കടൽ കയറി വരുന്നു, ഇങ്ങനെ പല പല വ്യത്യാസങ്ങൾ എന്തെല്ലാം ഓരോ ഋതുക്കളിലും മാറി മറിഞ്ഞു വരുന്നുണ്ട്. പഞ്ചഭൂതാത്മകങ്ങളാണ് ഈ ഭൂമി. പൃഥിവ്യാപ് തേജോ വായു ആകാശക എന്നുള്ള പഞ്ചഭൂതങ്ങൾ ഉള്ള ഭൂമി പോലെ തന്നെ ഈ പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരവും വസ്തുക്കളും. ഈ ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും പ്രപഞ്ചഭൂതാത്മകങ്ങളായതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഈ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും നമ്മളെയും ബാധിക്കുന്നതാണ്. മനുഷ്യരെ ജീവജാലങ്ങൾ നമ്മളൊന്നും ഒഴിവല്ല. അതുകൊണ്ട് കയറ്റിറക്കം പോലെ, രാത്രി പയറുകൾ പോലെ, ശീതോഷ്ണം പോലെ ഒക്കെ ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ സുഖ ദുഃഖ സമ്മിശ്രങ്ങളായിരിക്കും. എപ്പോഴാണ് ഇതൊക്കെ കടന്നു വരിക എന്ന് പോലും നിശ്ചയമില്ല. അങ്ങനെയുള്ള ആ രാജാവ് രാജ്യം നന്നായി ഭരിക്കുമ്പോഴും അദ്ദേഹത്തിന് അതിപ്രബല വളരെ ശക്തിമത്തായിട്ടുള്ള സേനയ്ക്കുണ്ടെങ്കിൽ പോലും കോലാവിധ്വംസികൾ എന്ന പേരുള്ള ശബര രാജാക്കം, ശബരത്ത് എന്ന് വെച്ചാൽ കാട്ടിലുള്ള ആൾക്കാരാണ്, അവരുടെ ഒരു സൈന്യം വളയുകയും ഇദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവരോട് ഏറ്റുമുട്ടി ജയിക്കാൻ സാധിച്ചില്ല. അവർ വന്ന് ഇദ്ദേഹത്തിൻ്റെ നാട്ടിനെ വളഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിന് യാതൊരു അധികാരവും ഇല്ലാത്തൊരവസ്ഥയെത്തി. സ്വന്തം കൂടെ നിന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥർ പോലും മറുകണ്ഠം ചാടുകയും കാലുമാറുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കൊട്ടാരത്തിൽ പോലും നിൽക്കാൻ പറ്റാതായപ്പോൾ ഏകാഗി ഹയമാരുകിയ ജഗാമ ഗഹനം വനം, ഏകാഗിയായിട്ടൊരു കുതിരപ്പുറത്ത് കയറി തതോ മൃഗയാവ്യാജേന, ഒരു നായാട്ടിനെന്ന ഭാവത്തിൽ അദ്ദേഹം നേരെ കാട്ടിലേക്ക് പോയി. ആ കാട്ടിൽ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോയി. കാരണം അദ്ദേഹത്തെ എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭണ്ഡാകാരങ്ങളില്ല, മന്ത്രിമാരില്ല, കൂടെയുള്ളവരില്ല, കുടുംബക്കാരില്ല, ഏകാഗിയായിട്ടാണ് കാട്ടിലെത്തി. എല്ലാം ഉപേക്ഷിച്ച് ഇനിയൊന്നും വേണ്ടെന്ന്. കാരണം ഇത്രയും പദവിയിലിരുന്ന ആളാണ്. ഒന്നുമല്ലാതിരിക്കുമ്പോഴുള്ള അവസ്ഥ, ഏറ്റവും ഉയർന്ന ചുവട്ടിൽ വീണ ഒരാളുടെ മാനസികാവസ്ഥയിൽ എല്ലാം ത്യജിച്ചുകൊണ്ട് കാട്ടിൽ അങ്ങനെ പോയി. അങ്ങനെ കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. സ്വചിന്തയത്തതാ തത്ര മമത്വാകൃഷ്ടചേതന. അദ്ദേഹത്തിന് മനസ്സപ്പോഴും മമത്വാകൃഷ്ടചേതന, ഈ മമത്വം, മമത എന്നുള്ളത് ഞാനെന്ന്, എൻ്റേത് എന്നുള്ള ബോധം നമുക്ക് സ്വാഭാവികമായി ഉള്ളതാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ? ഈ പ്രപഞ്ചത്തിലിരിക്കുമ്പോൾ ആ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങൾ നാം ഏർപ്പെടാറില്ലേ? ഇത് എല്ലാവരിലും ഉള്ളതാണ്. അദ്ദേഹം എന്താ വിചാരിച്ചത്? പൂർവൈ പാലിതം പൂർവം, പണ്ട് എൻ്റെ നാടെങ്ങനെയൊക്കെ കൊണ്ടു നടന്നാണ് ഞാൻ, എൻ്റെ പൂർവികന്മാരെങ്ങനെ കൊണ്ടു നടന്നാണ്. ഇപ്പോൾ എന്തായി? ഞാൻ കാട്ടിലെത്തി. നാടെങ്ങനെയായിരിക്കും? ഭാര്യയും മക്കളും എന്ത് ചെയ്യുന്നു ആവോ? നാട്ടിൻ്റെ ഭണ്ഡാകാരം, ആ എല്ലാ ധനങ്ങളും ധനദാനാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുവോ എന്തോ എന്നുള്ള ചിന്തയാണ് എപ്പോഴാണ് അദ്ദേഹത്തിന് ചോദിക്കുന്നത്. എല്ലാം വേണ്ടാന്ന് വെച്ച് കാട്ടിലെത്തിയ ആൾ ചിന്ത നാട്ടിൽ മാത്രമാണ്. അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് പോകാൻ കഴിയുമോ? ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ പോവുകയാണ് സന്യസിക്കാൻ പറഞ്ഞാൽ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഇത്രയും കാലം കൊണ്ടുവരുന്ന മാനസികാവസ്ഥ ഒരു ദിവസം ഒരു വൈരാഗ്യമോ വിഷമമോ കഠിനമായ ദുഃഖമോ ഉണ്ടായതിൽ നിന്ന് എല്ലാം മറന്നുപോയാലും ശരീരം കാട്ടിലെത്തിയാലും മനസ്സ് വീട്ടിൽ മാത്രമാണ്. ഇദ്ദേഹത്തിന് സംഭവിച്ചതും അതുതന്നെയാണ്. അങ്ങനെ അദ്ദേഹം നടക്കുമ്പോഴാണ് അവിടെ സുമേധസ് മഹർഷി എന്നു പേരുള്ള ഒരു മഹർഷിയുടെ നല്ലൊരു ആശ്രമം കണ്ടു. ആ ആശ്രമത്തിലെ അന്തേവാസിയെ പോലെ അദ്ദേഹത്തെ നമിച്ചുകൊണ്ട് ഇതസ്തതഹ അദ്ദേഹം ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങ് ഉലാത്തുക രാജാവ്. ചിന്തകൾ അദ്ദേഹത്തിന് നാട്ടിനെക്കുറിച്ച് മാത്രമാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ടും ഉപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ നടക്കുമ്പോഴാണ് മറ്റൊരാൾ അദ്ദേഹത്തെ പോലെ തന്നെ, കാരണം ഇവിടുത്തെ ആശ്രമ അന്തേവാസിയല്ല, പുതിയതായി വന്ന ആളാണ് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങ് ആരാണ്? സപൃഷ്ടസേന കസ്ത്വംബോ ഹേതുശ്ച ആഗമനേകഹ.
അല്ലയോ അങ്ങേ കണ്ടിട്ട് പുറമേ നിന്ന് വന്ന ഒരാളായി തോന്നുന്നു, അങ്ങ് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? സശോകൈവകസ്മാത്വം, ശോകമൂകനായിട്ടാണല്ലോ അങ്ങയെ കാണുന്നത്, എന്തോ മാനസിക വിഷമം അങ്ങയിലുണ്ടെന്ന് ഞാൻ ദർശിക്കുന്നു എന്നൊക്കെ ഇദ്ദേഹത്തെ കണ്ട മാത്രമേ തന്നെ മനസ്സിലായി. തന്നെ പോലെ തന്നെ ഒരു ദുഃഖിതനാണ് ഇദ്ദേഹം. ഏതോ നാട്ടിൽ നിന്ന് ഈ കാട്ടിലെത്തി അലഞ്ഞു തിരിഞ്ഞ് നാട്ടിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാധു എന്ന് മനസ്സിലായിക്കൊണ്ടാണ് കാരണങ്ങൾ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സമാധി എന്നുള്ള ഒരു വൈശ്യനാണ്, ഒരു കച്ചവടക്കാരനാണ്. ഇപ്പോൾ എന്താ ഉണ്ടായത്? ധനലോപാത അസാധുഭി, ധനം കൊണ്ട്, അതിൻ്റെ ആർത്തി കൊണ്ട് എൻ്റെ ഭാര്യയും മക്കളും എന്നെ ഉപേക്ഷിച്ചു. ഞാൻ വളരെയേറെ ധനമുണ്ടാക്കിയ ആളാണ് കച്ചവടം കൊണ്ട്. പക്ഷേ അവർക്കതൊന്നും പോരാ. മാത്രമല്ല എല്ലാം അവരുടേതാക്കണം എന്ന ചിന്ത എന്നെ അവരിൽ നിന്ന് അകറ്റി. ഞാൻ ധനവും വേണ്ട, കുടുംബവും വേണ്ട, ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതാ ഈ കാട്ടിലെത്തിയത്. അപ്പോൾ നമ്മൾ ഒരു കണക്കിന് തുല്യ ദുഃഖിതനാണല്ലോ എന്ന് വിചാരിച്ച് രണ്ടാളും കൂടെ സംസാരിച്ചു തുടങ്ങി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, പിന്നെന്താ അങ്ങയുടെ ചിന്ത എന്താണ്? എൻ്റെ ചിന്ത എന്താ വെച്ചാൽ, ഞാനിപ്പോൾ സോഹന്നവേദ്മി പുത്രാണാം കുശലാകുശലാത്മികാം. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇത്രയും ധനമൊക്കെ ഞാൻ ഉണ്ടാക്കി ഞാനിങ്ങോട്ട് വന്നു. ഞാൻ ഉണ്ടാക്കി വെച്ച ധനം അവരെന്ത് ചെയ്യും? ദുരുപയോഗം ചെയ്യുമോ? ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുമോ? വേണ്ട പോലെ അത് ഉപയോഗിക്കില്ലേ? നന്മയ്ക്ക് വേണ്ടി ചെയ്യില്ലേ? വെറുതെ കിട്ടിയത് തോന്നി ഇങ്ങനെ ചിന്ത മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കിയ ധനത്തെക്കുറിച്ചും അത് വിനിയോഗിക്കുന്ന മക്കളെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും മാത്രമാണ്. സ്വഹന്ന വേദ്നി പുത്രാണാം കുശലാത്മിക, ആ മക്കൾക്ക് ഇപ്പോൾ സുഖം തന്നെയാണോ അല്ലയോ എന്നും എനിക്ക് ഇപ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. മാത്രമല്ല അവരുടെ സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് തേങ്ങുകയാണ്. വാസ്തവത്തിൽ എന്താണതിങ്ങനെ ചെയ്യുന്നത്? കഥം തേന്നുന്നു സദ്വൃത്ത ദുർവൃത്താക്കുന്നു സേവിത. ദുർവൃത്തന്മാരാണോ സൽവൃത്തന്മാരാണോ അറിയാൻ കഴിയുന്നില്ല, ഒരു നിവൃത്തിയില്ല. അതാണ് എൻ്റെ ചിന്ത. മാത്രമല്ല ഇപ്പം എന്താണ്, അവരാൽ നിരസിക്കപ്പെട്ടിട്ടും മനസ്സ് അവരെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാൻ മാത്രമാണ് എനിക്ക് സാധിക്കുന്നത് എന്ന് അവരുണ്ട്. ഇതെന്താണ് കാരണം എന്ന് അവർ പരസ്പരം ചിന്തിച്ചു. അപ്പോൾ അവർ പരസ്പരം ചിന്തിച്ചപ്പോൾ രാജാവും ചിന്താശീലൻ തന്നെയാണ്. അതിൻ്റെ കാരണം നമുക്ക് പിടികിട്ടിയ എന്താണ്? മമത, ഞാൻ എൻ്റേത് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം. അപ്പോൾ എന്തിനാണ് ഈ മമത എന്നുള്ളത് കൊണ്ട് പിന്നെയും നമ്മളെ ഉപേക്ഷിച്ചവരെ പോലും നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അതിനെന്താ കാരണം? അതിനെന്താ കാരണം എന്ന് എനിക്കറിയില്ല, രാജാവും പറഞ്ഞു. അപ്പം നമ്മളിവിടെ മഹർഷി ഉണ്ടല്ലോ, സുമേധസ് മഹർഷി, സുതപസ്, ആ മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ രണ്ടാളും കൂടെ പോയി അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, സമാധിരൻ നാമ വൈശ്വാസവും. ഞാൻ മഹാരാജാവായിരുന്ന സുരതൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സമാധി എന്നുള്ള വൈശ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉപേഷ്ടോ കഥാകസിൽ ചക്രതുർ വൈശ്യവാർത്ഥിവോ. രാജാവിൻ്റെ അടുത്ത് ഈ രണ്ടാളുടെ കഥകൾ, സ്വന്തം കഥകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഭഗവൻ സ്വാം അഹം പ്രഷ്ടും ഇച്ഛാമ്യകം വധസുതൽ. ഞങ്ങളൊരു കാര്യം അങ്ങയുടെ സംശയം ചോദിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സ് എപ്പോഴും സ്വജിത്തായത്തതാം വിന, ഞങ്ങൾ മനസ്സ് വെറുതെ വേദനിക്കുന്നു. എന്താണ് കാരണം? മമത്വം ഗതരാജ്യസ്യ, എൻ്റെ രാജ്യത്തെ ഉപേക്ഷിച്ചു എന്നിട്ടും അതിനോടുള്ള മമത്വം. രാജ്യാംഗേഷു അഖിലേഷവി, രാജ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെക്കോളും ജാനതോപി യഥാജ്ഞസ്യ കിബാദം. ഞങ്ങളത് അറിയുന്നു, തീരെ അറിവില്ലാത്തവരല്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ ഈ ഇവരോടുള്ള സ്നേഹം എന്ന് വെച്ചാൽ മമത ബാധിച്ചുകൊണ്ടാണ്, മമത്വമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അറിയുന്നു. ആ ജ്ഞാനമൊക്കെ ഉണ്ട്. അതുപോലെ ഇദ്ദേഹം അതെ, ഈ വൈശ്യൻ പുത്രന്മാരാലും ഭാര്യയാലും വെറുക്കപ്പെട്ടവരായിട്ട് പോലും അദ്ദേഹത്തിനും ഇതേപോലെ അവരെ മാത്രം ചിന്തിച്ചുകൊണ്ട് അവിടെ എങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മമാസജ ഭവത്യേഷ വിവേകാന്ധസ്യ മൂഢത. ഞങ്ങൾ ജ്ഞാനിനോരപി, ഞങ്ങൾ കാര്യം അറിയുന്നവരാണെങ്കിൽ പോലും വിവേകത്താൽ അന്ധരായുള്ള ആൾക്കാരുടെ മൂഢത്വം പോലെ, ഒട്ടും അറിയാത്തവരെ പോലെ, അജ്ഞാനികളെ പോലെ ഞങ്ങൾ ഈ കാട്ടിൽ അലിഞ്ഞ് നടക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ജ്ഞാനികളല്ലേ, എന്താ കാരണം എന്ന് അറിയുന്നില്ലേ, എന്നാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുമില്ലല്ലോ. അങ്ങൊരു സമാധാനം അതിന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു, ജ്ഞാനമസ്തി സമസ്യ ജന്തോർ വിഷയഗോചരെ. നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകുന്ന പറഞ്ഞു. എന്ത് ജ്ഞാനം? മമതയാണെന്നുള്ള ജ്ഞാനോ? നിങ്ങളുടെ സ്ഥലമാണെന്നും നിങ്ങളുടെ കുട്ടികളാണെന്നും നിങ്ങളുടെ രാജാവാണെന്നും നിങ്ങളുടെ രാജ്യമാണെന്നും നിങ്ങളുണ്ടാക്കിയ ധനമാണെന്നും നിങ്ങളുടെ ഭാര്യയാണെന്നും അതുപോലെ തന്നെ കുട്ടികളാണെന്നുള്ള ചിന്ത, അത് ജ്ഞാനമാണോ?
അതാർക്കാ? ജീവികൾക്ക് ആർക്കാ ഇല്ലാത്തത്? പശുപക്ഷി മൃഗാന്തസ്. പശുപക്ഷി മൃഗങ്ങൾക്കില്ലേ 100 കണക്കിന് പശുക്കുട്ടികൾ മേയുമ്പോൾ അതിൻ്റെ ഇടയിൽ തള്ളപ്പശുവിനെ കൊണ്ടിട്ടാൽ ആ തള്ളപ്പശു അതിൻ്റെ കുട്ടിയെ തന്നെ തികച്ചും തിരിച്ചറിയും. അതതിൻ്റെ ഒരു വിവേകമല്ലേ? കുഞ്ഞിന് കാക്ക സ്വയം വിശന്നിട്ട് പോലും ഒരു സാധനം പപ്പടം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞിൻ്റെ വായിൽ കൊണ്ട് വെച്ച് കൊടുക്കാൻ എൻ്റെ കുട്ടിയാണ് തോന്നല കാക്കയ്ക്കില്ലേ. അപ്പോൾ ആ മമത എന്തെങ്കിലും പ്രത്യേക ജ്ഞാനം കൊണ്ടുണ്ടായതാണോ? അവരെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ധർമ്മശാസ്ത്രം അറിയോ? ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ? ആ അറിവല്ലേ ഇപ്പം അങ്ങ് പറഞ്ഞത്? ഞങ്ങളാണ്, ഞങ്ങളുടെ കുട്ടികളാണ്, അവരോട് സ്നേഹമുള്ളത്, മതമുണ്ട് എന്ന് പറയുമ്പോൾ ആ അറിവില്ലാത്തത് ആരാണ്? നമ്മളെക്കാൾ അറിവുണ്ട്. ജനിച്ച മോൾക്ക് തന്നെ അറിയാം, ഓരോ ജീവികൾക്കും അതിൻ്റെ കുട്ടികളെ നോക്കാൻ അറിയാം. കുട്ടികൾ ആ തള്ളയുടെ അടുത്ത് തന്നെ പോകണം നമുക്ക് കാണാൻ കഴിയും. ജനിച്ചോറിനെ പാല് കുടിക്കാൻ അറിയും, അല്ലെങ്കിൽ പശു പുല്ല് തിന്നാൻ അറിയും. ഇതൊന്നും പഠിച്ചിട്ടല്ല, ഇത് സ്വാഭാവികമാണ്. അപ്പം നമ്മളെക്കാൾ പക്ഷിമൃഗാദികൾക്ക് പോലും അറിയും. ദിവാന്ത പ്രാണിന കേജ രാത്രാവന്താസ്തതാവരെ കേജ ദിവാ തഥാ രാത്രോ പ്രാണിന തുല്യദുഷ്ടയ. ചില പ്രാണികൾ ദിവാന്ത പകല് കണ്ണു കാണാൻ സാധിക്കാത്ത പ്രാണികളുണ്ട്. മൂങ്ങാമതായിട്ടുള്ളൊന്നും പകല് കണ്ണു കാണില്ല. രാത്രാവന്താഹ അതുപോലെ തന്നെ മറ്റ് പ്രാണികൾ പലതുണ്ട്. രാത്രി കാക്കയ്ക്കൊന്നും രാത്രി അധികം മനസ്സിലാക്കാനോ കണ്ടു കാണാൻ സാധിക്കില്ല. അതാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും പോയി കൂടുകളിൽ ചേക്കേറുന്നത്. ചില ജീവികൾക്ക് രാത്രിയും പകലും കണ്ടു കാണാൻ കഴിയും. പൂച്ച, സ്വാപം നിലയുള്ള ജീവികൾക്ക് രാത്രിയും പകലും ഒരേപോലെ വഴിയെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അങ്ങനെ പശുപക്ഷി മൃഗാദികൾക്കും തിരിച്ചറിവുണ്ട്, കണ്ണിൻ്റെ കാഴ്ചയുണ്ട്. അവർക്ക് കുട്ടികളെ നോക്കണം എന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ട് ആ അറിവാണോ ഞങ്ങൾക്കും അറിവുണ്ട് എന്ന് അങ്ങ് പറഞ്ഞത്? ജ്ഞാനേപിത ദിവസേതാൻ പതങ്കാജാവജുഷു കണമോഷാദാൻ മോഹാൽ പീഡ്യമാനാൻ അഭിഷുത മാനുഷ മനുജവ്യാഘ്ര സാഭിലാഷാൻ സുതാൻ പ്രതി. അവിടെയുള്ള വ്യത്യാസം വെച്ചാൽ ആ പൂച്ചക്കുട്ടിയാവട്ടെ മറ്റേതെങ്കിലും പക്ഷിക്കുഞ്ഞുങ്ങളാവട്ടെ അതിനെ വേണ്ട പോലെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്തിന്? വലുതായാൽ തിരിച്ച് ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കും, ഞങ്ങൾക്ക് വേണ്ടത് തരും, സംരക്ഷിക്കാൻ ആളായി എന്ന് വിചാരിച്ചിട്ടാണോ? പക്ഷേ ലോഭാൽ പ്രത്യുപകാരായ മനുഷ്യരെ, അപ്പം പക്ഷികളെക്കാളും മൃഗങ്ങളെ മോശം എന്ന് പറഞ്ഞു തരും. അവർ പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നുണ്ട്. എത്ര കാലമായി കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കി നടത്തി, അവസാനം ഇങ്ങനെയാണോ എന്ന് പറയാറില്ലേ? എന്ന് ഒരിക്കലെങ്കിലും പറയാറുണ്ടാവുമല്ലോ. ചിന്തിക്കാറില്ലേ? എനിക്ക് വേണ്ടി ചെയ്യണ്ടേ? വയസ്സുകാലത്ത് തന്നെ നോക്കേണ്ടവനല്ലേ പുത്രൻ അല്ലെങ്കിൽ പുത്രി പറയില്ലേ? അപ്പം എന്തായി? അത് തെറ്റല്ല. മനുഷ്യൻ്റെ വാസനാബലത്തിൽ പ്രത്യുപകാരം കൂടി ഉണ്ട് എന്ന് പറയണം. അപ്പോൾ ഒരു കണക്കിന് പക്ഷിമൃഗാദികളെക്കാൾ ഒരുപടി താണാണ് നിൽക്കുന്നത് എന്ന് വേണം പറയാൻ ആ കാര്യം. കാരണം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മഹാമായ പ്രഭാവേണ സംസാരസ്ഥിതികാരിണ. സംസാരത്തിൻ്റെ സ്ഥിതിയെ, നിലനിൽപ്പിന് ഈ മായയുടെ പ്രയോഗം ആവശ്യമാണ്. മായ എന്ന് ഇല്ലെങ്കിൽ ഞാൻ എൻ്റേതെന്ന് ഇല്ല. ഞാൻ എൻ്റേത് എന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചവുമില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നമുക്കത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോകണം, എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകണം. എൻ്റേന്ന് തോന്നലില്ലേ? അതില്ലാതെ അതെന്തുകൊണ്ടുണ്ടാവുന്നു? ആ മായയുടെ ഇതൊക്കെയാണ്. ശരിക്കും എൻ്റെ വീടോ എൻ്റെ ആൾക്കാരോ അങ്ങനെ വലുതുണ്ടോ? എൻ്റെ ഭൂമിയുണ്ടോ? എൻ്റെ സ്ഥലമാണോ 4 ഏക്കർ അല്ലെങ്കിൽ 4 സെൻറ്റ് എൻ്റെ ആണോ? അത് എത്ര കാലം ലക്ഷക്കണക്കിന് വർഷങ്ങളായത് ഈ ഭൂമിയൊക്കെ ഇവിടെ എത്ര ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ടാവും? എന്തൊക്കെ ചെയ്യും? നമുക്കറിയുന്ന കുറച്ച് വർഷത്തെ കുറച്ച് ആൾക്കാർ കാര്യം നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോഴേക്കും പൂർവികരായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പണ്ടുള്ളത് അറിയാം. എന്ത് പണ്ടുള്ളതും നമ്മൾ അറിയുന്നില്ല. ഈ സ്ഥലമൊക്കെ എന്തായിരുന്നു എന്ന് ആർക്കറിയാം? അപ്പം അതുകൊണ്ട് ഓരോരോ കാലത്ത് അത് നടക്കുമെന്നും ഞാൻ എൻ്റെ എന്ന് ഭ്രമിക്കേണ്ടതില്ലെന്നും എന്നുള്ളത് ഉണ്ടെങ്കിലും മഹാമായ അതാത് കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഈ വക മോഹങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ചോദിക്കാം, നമ്മളല്ലോ കാരണം? മഹാമായ ഇതൊക്കെ ഉണ്ടായി തരുമ്പോൾ ഇതിൻ്റെ മറികടക്കേണ്ട ആവശ്യം? അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ പോരെ എന്നുള്ള വെച്ചാൽ മനുഷ്യനത് പോരാ. അതിനാണ് തത്വജ്ഞാനം. കാരണം നരത്വം ദുർലഭം ലോകേ വിദ്യാ തത്ര സുദുർലഭ.
വളരെ ദുർലഭമായി മാത്രം ലഭിക്കുന്നതാണത്രേ മനുഷ്യൻ എന്നുള്ള അവസ്ഥ. കാരണം പല പല ജീവികളുടായി ജനിച്ച ശേഷം ദുർലഭമായി ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒരു ജീവനാണ് മനുഷ്യൻ്റേത്. മനനം ചെയ്യാൻ കഴിവുള്ളവൻ മനുഷ്യൻ. മർത്യൻ മരണശീലനാണ്, മർത്യനുമാണ്, എങ്ങനെയായാലും മരിക്കും. മനനം ചെയ്താൽ ശരി, ചെയ്തില്ലേ ശരി, കാലമാകുമ്പോൾ എല്ലാവരും മരിക്കുന്നതുകൊണ്ട് മർത്യനാണ്. പക്ഷേ മനുഷ്യൻ എന്ന പേര് നമുക്ക് തന്നിട്ടുള്ളത് മനനം ചെയ്യുവാനാണ്, ചിന്തിക്കുവാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ പോലെ ഇനി കൂടുതൽ എന്ത് വേണം എന്നല്ല, ഇതിന്ന് മോചനം ലഭിക്കാൻ വളരെ എളുപ്പമല്ലാത്ത അതികഠിനമായിട്ടുള്ള വ്രതം സ്വീകരിക്കാൻ കഴിവുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു പദ്ധതിയാണ് വാസ്തവത്തിൽ ആധ്യാത്മിക പദ്ധതി. ശാസ്ത്രമാണ്, എല്ലാ ശാസ്ത്രങ്ങളും അങ്ങനെയാണ്. വെറുതെ പറഞ്ഞു പോകുന്ന കാര്യമല്ല ശാസ്ത്രീയമായ ഒന്നും. അതാണ് ആധ്യാത്മികതയെ ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രത്തെ അനേന ഇതി ശാസ്ത്രം. ശാസിക്കുന്നത്, അനുശാസിക്കുന്നത്, ഇന്ന പോലെ പറയുന്നത്, ഇതുപോലെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ശാസ്ത്രങ്ങൾ. ആ എല്ലാ ശാസ്ത്രങ്ങൾക്കും രണ്ട് വശമുണ്ട്. അതിൻ്റെ സൈദ്ധാന്തികമായ വശവും പ്രായോഗികമായ വശവും. സൈദ്ധാന്തികമായ വശങ്ങൾ പ്രായോഗിക തലത്തിൽ ഫലം ലഭിക്കുന്നുവെങ്കിൽ മാത്രമേ അതിനെ ശാസ്ത്രം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് നമുക്ക് ആധ്യാത്മിക ശാസ്ത്രം ഇന്ന് ലോകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രം. ശാന്തിക്കും സമാധാനത്തിനും അവനവനെ തന്നെ അറിയാം. ആത്മാനം അധികൃത്യ ജായമാനം ശാസ്ത്രം. അവനവനെക്കുറിച്ചാണ്, പുറമേയുള്ളവരെ കുറിച്ചല്ല. താൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ് ആധ്യാത്മിക ശാസ്ത്രം. മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയലല്ല. എൻ്റെ ശക്തിയെയും എൻ്റെ കുറവുകളെയും തിരിച്ചറിഞ്ഞ് ഈശ്വരനിലേക്ക് അടുക്കുവാനുള്ള ശക്തമായ പദ്ധതി തിരഞ്ഞെടുക്കലാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ശാസ്ത്രം ഇത്ര നിലനിൽക്കുന്നതും. ആ നിലയ്ക്ക് നമുക്ക് ആ മഹാമായയുടെ ആ ഒരു പ്രഭാവന, അതായത് മായാ മായ എന്നുള്ളോ, ഏതൊന്നില്ലയോ അതാണ് മായ, ഇല്ലാത്തതിനുണ്ടെന്ന് നമ്മൾ ചിന്തിക്കലാണ് മായ. പക്ഷേ ആ ചിന്തയാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്നൊക്കെ ആചാര്യസ്വാമികൾ പറഞ്ഞ പോലെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഈ കാണുന്നവർക്ക് മിഥ്യ എന്ന് പറഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കും. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ലേ? നമ്മളും പോകില്ലേ? പിന്നെന്താ ആർക്കറിയാം? ഇതിനു മുമ്പ് എന്തുണ്ടായിരുന്നു ആർക്കറിയാം? നമ്മൾ സ്വപ്നം കണ്ട് യാഥാർത്ഥ്യമാണ്, അത് കഴിഞ്ഞില്ലേ? അതൊക്കെ അത്രയേ ഉള്ളൂ. സ്വപ്ന സന്നിഭമാണ് ഈ ജീവിതം. വളരെ കുറച്ചാണ്. ലോകത്തിലെ 120 വയസ്സിരുന്നാൽ പോലും പൂർണ്ണായുസ് എന്ന് പറഞ്ഞാലും ലോകദൈർഘ്യമായി തട്ടിച്ചു നോക്കുമ്പോൾ നിമിഷമാണ്, കുമിള പോലെയുള്ളൂ. നളിനീതളകഥ ജലമതിതരളം തദ്വജീവിതം അതിശയ ശബളം എന്ന് പറഞ്ഞ പോലെ വെറും ആ താമരയിലെ ഒരു തുള്ളി വെള്ളം കാറ്റ് വന്നാൽ ഇളകി വീഴുന്നത് പോലെ കുറച്ചു കാലം മാത്രം ഇവിടെ നമുക്ക് അവസരം തന്നിട്ടുള്ളൂ എല്ലാ മനുഷ്യർക്കും. അപ്പോൾ അത്ര നൈമിഷികമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളെ ഭ്രമിപ്പിച്ചു കൊണ്ടേ മഹാമായിരിക്കുന്നു. അപ്പോൾ ഈ മഹാമായയിൽ നിന്ന് മോചനം ലഭിക്കലാണ് വാസ്തവത്തിൽ ആധ്യാത്മികയുടെ ഈ മായയിൽ നിന്ന് മോചനം ലഭിക്കുക പറഞ്ഞാൽ മായയെ അതിക്രമിക്കുക. അതിനാരാ സഹായിക്കുന്നത്? മഹാമായ തന്നെ സഹായിക്കണം. മഹാമായയെ തന്നെ ആശ്രയിക്കണം. മഹാമായ എന്ന് പറഞ്ഞാൽ മഹതഃ മായ, മഹാമായ. മഹാൻ എന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് മഹത. മഹാൻ്റെ ആരാണ് മഹാൻ? മഹാവിഷ്ണു തന്നെ. ആ മഹാവിഷ്ണുവിൻ്റെ മായയെ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് മായാസന്തരണവും മഹാവിഷ്ണുവിനെ ലഭിക്കുവാനും വൈകുണ്ഠലോകത്തിലെത്തുവാനും മോക്ഷപ്രാപ്തി ലഭിക്കുവാനും ആര് വേണം? ഈ മഹാമായയുടെ തന്നെ വാത്സല്യം വേണം. നമ്മൾ ഭാഗവത്തിൽ കാണുമല്ലോ, കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമ. ആ ഗോപസ്ത്രീകളൊക്കെ നന്ദഗോപസുതനായിട്ടുള്ള ശ്രീകൃഷ്ണനെ പതിയായി കിട്ടാൻ ആശ്രയിച്ചത് ആ യമുനാതീരത്തിലെ മണ്ണ് വാരി വെച്ച് കാത്യായനി വിധം അനുഷ്ഠിച്ചുകൊണ്ട് ആ ജഗദംബികയാണ് ആശ്രയിച്ചത് കൃഷ്ണനെ പതിയായി കിട്ടാൻ. രുക്മിണീ ദേവിയും നമസ്യേ ത്വാംബികേ ഭീഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം എന്ന് രുക്മിണി ദേവി ആശ്രയിച്ചതും ആ ജഗദംബയ്ക്ക് എന്തിനാണ്?
കൃഷ്ണൻ പതിയായി കിട്ടാനാണ്. കൃഷ്ണൻ എല്ലാവരുടെയും പതിയാണ്, പാലിക്കുന്നവൻ, കൊണ്ടു നടക്കുന്നവൻ ആണ് പതി. ഇപ്പം നമ്മളൊക്കെ കൊണ്ടുവരണം, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ ജീവജാലങ്ങളെ മുഴുവൻ ആ ശ്രീകൃഷ്ണൻ തന്നെ കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ ആരെ ആശ്രയിക്കണം? ആ ജഗദംബയെ ആശ്രയിക്കണം. അമ്മയെ തന്നെ ഭജിക്കണം നമ്മൾക്ക്, അമ്മയെ എന്നും ഭജിച്ചിടണം. കന്മഷമാകയകന്നു പോയിടുവാൻ അമ്മയെ ഭക്യാ ഭജിച്ചിടണം. നിത്യസുഖം ലഭിച്ചിടുവാൻ എപ്പോഴും സത്യസ്വരൂപിണിയെ ഭജിക്കാം. ആർത്തിയകറ്റുന്ന മൂർത്തിയാമമ്മയെ ഓർത്തു ഭജിപ്പവർക്കാർത്തി തീരും. ആദിയും വ്യാധിയും ദാരിദ്ര്യ ദുഃഖവും ബാധിച്ചിടാതമ്മ കാത്തുകൊള്ളും. ആനന്ദ പീയൂഷമാസ്വദിച്ചിടാനും ദീനത തീർന്നു സുഖിപ്പതിനും അമ്മയെ തന്നെ ഭജിക്കണം നമ്മൾക്ക്, അമ്മയെ എന്നും ഭജിച്ചിടണം. അപ്പോൾ ജഗദംബയെ തന്നെ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് ഈ ഭഗവാനെ തന്നെ നമുക്ക് ലഭിക്കാൻ ഇടവരിക. അതുകൊണ്ട് ആ മഹാമായ തന്നെയാണ് നമ്മളെ ഭ്രമിപ്പിച്ചിരിക്കുന്നത്. ഇവരോട് ആ സുതപസ് മഹർഷി പറഞ്ഞപ്പോൾ അപ്പോൾ രാജാവ് ചോദിച്ചു, ഭഗവാൻ കാഹി സാ ദേവി മഹാമായേതി യാം ഭവാൻ. ആരാണ് ഈ മഹാമായ? ബ്രവീതി കഥോൽപ്പന്ന. എങ്ങനെയാണ് ആ ദേവി അവതരിച്ചത്? സാ കർമാസ്യാശ്ച കിംതുജ. ആ ജഗദംബയുടെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു? യൽ പ്രഭാവാച സാ ദേവി. എന്താണ് ആ ദേവിയുടെ പ്രഭാവം? യൽ സ്വരൂപ യത് ഉത്ഭവ. എന്താണ് ആ ദേവിയുടെ സ്വരൂപം? എങ്ങനെയാണ് ഉത്ഭവിച്ചത്? തൽ സർവം ശ്രോതുമിച്ഛാമി. അതൊക്കെ അല്ലയോ മഹാത്മാവെ അവിടെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കും. ത്വത്തോ ബ്രഹ്മവിതാം വര. ബ്രഹ്മവിത്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അല്ലയോ മഹർഷേ, സുതപസ് മഹർഷേ, അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിത്യൈവ സാ ജഗന്മൂർത്തി തയാ സർവമിതം തതം. നിത്യയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. നിത്യ പറഞ്ഞാൽ ഒരു തരത്തിലും വ്യത്യാസമില്ലാതെ എന്നുമുള്ളത് എപ്പോഴുമുള്ളതാണ് നിത്യ. അപ്പോൾ നിത്യയ്ക്ക് മാറ്റങ്ങളില്ല, അവ്യയസ്വരൂപമാണ്. യാതൊരു തരത്തിലുള്ള ഭാവങ്ങളും ബാധിക്കുന്നതില്ല. എങ്കിൽ പോലും ആ ജഗന്മൂർത്തി ഈ ലോകത്തെ മുഴുവൻ ഉലകു സൃഷ്ടിച്ചും ഭരിച്ചും സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും ഭഗവാനെ പോലെ തന്നെ ആ തൃക്കണ്ണുകൾ കൊണ്ട്, നോട്ടം കൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. അക്ഷി തുറന്നെ നോക്കണേ ദേവി, നിന്റെ രക്ഷയല്ലാതെ എനിക്കില്ല അമ്മേ. സൽഗുണപൂർത്തിയും സർവശുഭങ്ങളും ചിദ്രൂപേ ദേവി നീകിടേണേ. ആ ജഗദംബിയെ നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ വഴിയുള്ളൂ. അവിടെ സുതപസ് മഹർഷിയും പറയുന്നത് ആ നിത്യമായിട്ടുള്ള ജഗദംബിക ഇവിടെ ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവതി സായത. ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി ആ ജഗദംബ ആവിർഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. ദേവന്മാരുടെ കാര്യസി എന്ന് പറഞ്ഞാൽ ദിവ് എന്നുള്ള വാക്ക് പ്രകാശം എന്നർത്ഥം. അപ്പോൾ പ്രകാശവും നന്മയും എവിടെയുണ്ടോ അവിടെയാണ് ജഗദംബിയായി ഉണ്ടാവുക. അപ്പോൾ ദേവന്മാർ സാധാരണ ദേവന്മാരെ സ്വരം അത് മാത്രമല്ല, നന്മയുടെ ഭാഗത്ത് നിൽക്കാനാണ് ദേവിയുടെ അവതാരങ്ങൾ എപ്പോഴും. അമ്മേ മഹേശ്വരിയെ കാർത്യായനി അംബികെ ദുർഗാദേവി അന്നപൂർണേശ്വരി നീ കടാക്ഷിക്ക നന്മ വന്നിടുവാനായി. അപ്പോൾ നന്മ വരുത്തണമെങ്കിൽ ആ ജഗദംബിയെ ആവിർഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് ആ ദേവിയുടെ പ്രാധാന്യമാണ് അവിടെ പറയാൻ പോകുന്നത്. ആ ദേവി അങ്ങനെ ഓരോ രൂപത്തിൽ സത്വരജസ്തമോ രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ കഥയിലെ പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ ചരിത്രത്തെ പ്രഥമ ചരിതം എന്ന് പറയും. ഭദ്രകാളിയായിട്ട് അവതരിക്കാനുള്ള കാരണം പറയാണ്. യോഗനിദ്രാം യഥാ വിഷ്ണു ജഗത്ത് ഏകാർണവീകൃതേ. ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഓരോ മന്വന്തരങ്ങളും കൽപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും കാലം കഴിയുമ്പോൾ പ്രളയമുണ്ടാകുന്നു. ആ പ്രളയത്തിൽ ആരാണുള്ളത്? മഹാവിഷ്ണു മാത്രമാണ്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം
വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സർവലോകൈകനാഥനായിട്ടുള്ള മഹാവിഷ്ണു പാൽക്കടലിൽ പള്ളി കൊള്ളുക എന്ന് വെച്ചാൽ പാൽക്കടലിന് മുഴുവൻ ഒരു കടലേ ഉള്ളൂ, ഏകാർണവുമാണ്. അടുത്ത യുഗം ആരംഭിക്കുന്നേ ഉള്ളൂ. യുഗാദികളെല്ലാം ഭഗവാൻ തന്നിലേക്ക് ബ്രഹ്മാവ് അടക്കമുള്ള സകല പ്രപഞ്ചത്തെയും തന്നിലൊതുക്കിക്കൊണ്ട് യോഗനിദ്രയിലാണ്. യോഗനിദ്ര എന്ന് പറയുമ്പോൾ തന്നെ നിദ്ര ഉറക്കമാണല്ലോ. ഉറക്കം തമോ ഗുണവുമാണ്. ആ തമോ ഗുണത്തിന് കാരണമായ ആ ഭഗവാന്റെ തന്നെ നിർദ്ദേശമനുസരിച്ച് പരാശക്തിയായിട്ടുള്ള സർവലോകികനാഥയായിട്ടുള്ള ജഗദംബിക താമസരൂപേണ ഭഗവാനിൽ കുടികൊള്ളുമ്പോൾ മാത്രമാണ് ഭഗവാന് നിദ്രയ്ക്ക് പോലും കഴിയുന്നത്. ഭഗവാൻ ആശ്രയിക്കുന്നത് മഹാമായയെ തന്നെയാണ് തൻ്റെ യോഗനിദ്രയ്ക്ക് വേണ്ടി. ആ യോഗനിദ്രയിൽ ഭഗവാൻ പള്ളികൊള്ളുമ്പോഴാണ് പെട്ടെന്ന് ആ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, ഒരു കൽപ്പം, എല്ലാ ആൾക്കാരുടെയും ഒരു കൽപ്പം ഒരു ദിവസമേ ആവുന്നുള്ളൂ. ആ ഒരു ദിവസം കഴിഞ്ഞ് ബ്രഹ്മാവും എല്ലാം ഉണർന്നു. പത്മനാഭൻ നാഭിയിൽ പത്മമുള്ള ആളാണ് മഹാവിഷ്ണു. ആ പത്മത്തിൻ്റെ മുകളിലാണ് ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവ് ഇരിക്കുന്നത്. ബ്രഹ്മാവ് പുതിയ പ്രഭാതത്തെ, ആ പുതിയ യുഗത്തെ അദ്ദേഹം നോക്കിക്കാണുകയാണ്. നോക്കുമ്പോൾ തഥാദോ വസുരവും ഘോരവും വിഖ്യാതവും മധുകൈടവവും വിഷ്ണുകർണമലോദ്ഭൂതവും ഹന്തും ബ്രഹ്മാണമുദ്യതവും. അപ്പോൾ അദ്ദേഹം കണ്ടതെന്താണ്? വിഷ്ണുവിൻ്റെ, മഹാവിഷ്ണു ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയുടെ അഴുക്കിൽ നിന്ന് രണ്ട് ഘോരന്മാരായിട്ടുള്ള ആ അസുരന്മാർ, മധുകൈടഭവും, മധു എന്നും കൈടഭൻ എന്നും പേരുള്ള അതിഗംഭീരമായ ആകാശം വിട്ട് നിൽക്കുന്ന വളർന്നു വരുന്ന വിവിധമായിട്ടുള്ള ആയുധങ്ങൾ കയ്യിലെന്തിയ ഘോര അട്ടഹാസം മുഴക്കുന്ന ആ അസുരന്മാർ ചാടി വെള്ളത്തിലിറങ്ങുകയും അവരെ വലിയ ജലത്തിലെ വലിയ വലിയ ജീവികളായിട്ട് തിമിംഗലം മുതലായിട്ടുള്ള വലിയ ജീവികളോട് പോലും എതിരിടുകയും എല്ലാം തച്ചുടച്ച് കടലിനെ പോലും തകർത്തുന്ന മട്ടിൽ അവർ മതിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ്, ഇനി ആരാണ് നോക്കുമ്പോഴാണ് ബ്രഹ്മാവിനെ കാണുന്നത്. ബ്രഹ്മാവ് ഈ ഘോരരൂപങ്ങളെ കണ്ട് ഭയം, ബ്രഹ്മാവിന് ഭയം ഉണ്ടായി നടത്താം. അപ്പോൾ ഭയം എന്നൊക്കെ ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. അപ്പോൾ ബ്രഹ്മാവ് പോലും ഭയന്ന് പറിച്ചു. ആപതി കിം കരണീയം, ആപത്ത് വന്നാൽ എന്ത് ചെയ്യും? സ്മരണീയം ചരണയുഗളം അംബായാഹ, ആ ജഗദംബയുടെ തൃപ്പാദങ്ങളെ സ്മരിക്കുക മാത്രമാണ്. ഉദ്ദണ്ഡശാസ്ത്രികളും കാക്കശ്ശേരി ഭട്ടേരിപ്പാട് പണ്ഡിതന്മാരാണ്, അവരുടെ സംഭാഷണമാണ്. ആപതിക്കും കരണീയെന്ന് ശാസ്ത്രികളുടെ ചോദ്യമാണ്. സ്മരണീയം ചരണയുഗളം അംബായാഹ, ആ രണ്ട് ചരണങ്ങളെ ആശ്രയിക്കുക മാത്രം. ചരണ പങ്കജം ശരണമാകണേ എന്ന് പറയുക മാത്രമേ വേണ്ടൂ. തൽസ്മരണം കിം കുരുതേ എന്നാണ് ചോദ്യം. അങ്ങനെ സ്മരിച്ചപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ബ്രഹ്മാദീനവി കിങ്കരി കുരുതേ എന്നാണ്. ത്രിമൂർത്തികൾ പോലും കിങ്കരം എന്ത് ചെയ്യണം ചോദിക്കുന്നവരാണ് കിങ്കരന്മാർ. കിങ്കരന്മാരാക്കി തീർക്കാൻ ആ ജഗദംബയ്ക്ക് കഴിയുമെന്നാണ് സംഭാഷണം. ഇവിടെ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ കിം കരോമി, എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഓർമ്മ വന്നു. എന്താണ്? വിശ്വേശ്വരിയും ജഗദ്ധാത്രിയും സ്ഥിതി സംഹാരകാരിണിയും നിദ്രാം ഭഗവതിയും വിഷ്ണു അതുലാം തേജസ പ്രഭു. വിശ്വേശ്വരിയായ ജഗന്മാതാവായ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണഭൂതയായിട്ടുള്ള ജഗദംബികയെ ഞാൻ ഇപ്പം സ്തുതിക്കുക. അങ്ങനെയാണല്ലോ വേണ്ടത്. ആപത്തുവേളയിൽ അമ്മയെ സേവിച്ചാൽ ആപത്തനർത്ഥങ്ങളോടിപ്പോകും. സർവേശ്വരിയായി സർവത്ര ശോഭിക്കും സർവാംഗസുന്ദരി ശ്രീ പാർവതി. സർവോപരി വേളങ്ങിടുന്ന ശ്രീദേവി, സർവത്ര വ്യാപിച്ചിരിക്കും ദേവി. ഭക്തിയാ ഭജിക്കുന്ന മർത്യൻ്റെ ചിത്തത്തിൽ എത്തി വിളങ്ങിടും സർവകാലം. അപ്പോൾ അവിടെ ആ ബ്രഹ്മാവിനെ ജഗദംബിയെ സ്തുതിക്കാൻ തുടങ്ങി. എന്താ? ഇപ്പോൾ ആ വിഷ്ണു നിദ്രയിലാണ്.
ആ നിദ്രയ്ക്ക് കാരണം മഹാമായയാണ്. നിദ്ര വിട്ട് മഹാമായ ആ ശരീരത്തിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ മഹാവിഷ്ണു ഉണർന്നു വരികയുള്ളൂ. ഈ അസുരന്മാരെ കൊല്ലാൻ കെൽപ്പുള്ള ഒരേ ഒരാൾ അദ്ദേഹം മാത്രമാണ്. തിരിച്ചറിഞ്ഞ അദ്ദേഹം ആ ദേവിയെ സൂചിച്ചു. ബ്രഹ്മോവാച ത്വം സ്വാഹാ ത്വം സ്വധാ ത്വം ഹി വഷൽക്കാരസ്വരാത്മിക സുധാത്വമക്ഷരേ നിത്യേ ത്രിധാമാത്രാത്മിക സ്ഥിത അർദ്ധമാത്രാ സ്ഥിത നിത്യാനുച്ചാര്യ വിശേഷത ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവീ ജനനീ പരാ ത്വയൈതൽ ധാര്യതേ വിശ്വം ത്വയൈതൽ സൃജ്യതേ ജഗൽ ത്വയൈതൽ പാല്യതേ ദേവീ ത്വമത്സ്യന്തേ ച സർവദാ വിസൃഷ്ടോ സൃഷ്ടിരൂപാ ത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സംഹൃതിരൂപാന്തേ ജഗതോസ്യ ജഗന്മയേ മഹാവിദ്യ മഹാമായ മഹാമേധാ മഹാസ്മൃതി മഹാമോഹാശ്ച ഭവതി മഹാദേവി മഹാസുരി പ്രകൃതിസ്ത്വം ച സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രിർമഹാരാത്രിർമോഹരാത്രിശ്ച ദാരുണ ത്വം ശ്രീ ത്വമീശ്വരേ ത്വം ഹ്രീത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാ പുഷ്ടിസ്തഥാ സൃഷ്ടി ശാന്തി ശാന്തിരേവച. അപ്പോൾ ആ ദേവിയെ ത്വം സ്വാഹ ത്വം സ്വദാ ത്വം ഹി വഷൽക്കാരസുരാത്മിക. ഇവിടെ ആദ്യം തന്നെ സ്വാഹാദേവിയായിട്ടുള്ള ജഗദമ്പിയെ, അഗ്നിയുടെ പത്നിയാണ്, ദേവന്മാർക്ക് കൊടുക്കുന്ന ഹവിസ് മുഴുവൻ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന അതിന് ആ അഗ്നിക്ക്, പുരോഹിതനായിട്ടുള്ള അഗ്നിക്ക് സഹായകരമായി നിൽക്കുന്ന സ്വാഹാമന്ത്രം ചൊല്ലാതെ ഒരു മന്ത്രവും ഫലവത്താകുകയില്ല. ഇതം ദേവായ ഇതം മമ ഇതം ദേവായ ദേവായ സ്വാഹ എന്നുള്ള വാക്കുകൂടി ഉച്ചരിച്ചാൽ മാത്രമേ മന്ത്രത്തിന് ഫലമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് സ്വാഹാദേവിയായിട്ടുള്ള ജഗദമ്പിക്ക് നമസ്കാരം. സ്വധാദേവി അതുപോലെ പിതൃക്കൾക്ക് ചെയ്യുന്ന മന്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് സ്വധായൈ നമ എന്നുള്ളത്. ആ പിതൃക്കൾക്ക് ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങൾ യഥാവിധി ആവണമെങ്കിൽ ആ ജഗദമ്പിയുടെ അനുഗ്രഹം വേണം. ആ സുധാദേവിക്ക് നമസ്കാരം. വഷൽക്കാരം ആയ വേദവിധികളുടെ ഒരു ശബ്ദോച്ചാരണമാണ്. ആ വേദവിധികളുടെ മന്ത്രങ്ങളിൽ ശ്രേഷ്ഠരൂപേണ നിൽക്കാൻ ആ ജഗദമ്പിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാചോദ്യൻ. സുധാത്വം അക്ഷരേ നിത്യേ ത്രിധാമാത്രാത്മിക സ്ഥിത. ഹ്രസ്വ ദീർഘപൃതങ്ങളായിട്ടുള്ള 3 മാത്രകളായിട്ടുള്ള അക്ഷരങ്ങളിൽ നിത്യയായി കുടികൊള്ളുന്നത് ജഗദമ്പിയാണ്. നാസ്ത്യമന്ത്രം അക്ഷരമെന്നാണ്. ഒരക്ഷരത്തിലും മന്ത്രത്വമില്ലാത്തതില്ല. എല്ലാ അക്ഷരങ്ങളും മന്ത്രപൂർണങ്ങളാണ്. ആ മന്ത്രങ്ങൾ, ആ അക്ഷരങ്ങൾ ജഗദമ്പിയുടെ സ്വരൂപങ്ങളാണ്. ആ ദേവി തന്നെയാണ് ഓരോ അക്ഷരങ്ങളും. അക്ഷരങ്ങളെ നാം വന്ദിക്കണം. അക്ഷരം ക്ഷരം വിദ്യാൽ എന്നാണ്. അക്ഷരം ഒരിക്കലും നശിക്കുന്നില്ല. എന്നുവെച്ചാൽ നമ്മളൊരു വാചകം പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. പറഞ്ഞത് തന്നെയാണ്, നശിക്കുന്നില്ല, പറഞ്ഞു പോയില്ലേ. അതുകൊണ്ടാണ് അക്ഷരങ്ങൾ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ അബദ്ധം പറഞ്ഞാൽ ആൾക്കാർ പിന്നെ അത് മനസ്സ് കൊണ്ടു നടക്കും. ഞാൻ ചത്താലും മറക്കില്ല എന്നൊക്കെ പറയും. കാരണം അത്ര തോന്നിയവാസം പറയും. എന്ത് ചെയ്യും? അതെന്തുകൊണ്ട് പറയുന്നു? ആ അക്ഷരത്തെ ബഹുമാനിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന നാവ്, നമുക്ക് അക്ഷരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനാണ്. നല്ലത് പറവാൻ, നല്ലത് ചെയ്യുവാൻ, നല്ലവരാവാൻ വരവരുള്ളൂ എന്നാണ് അഖില ചരാചര നായകനോട് നാം പ്രാർത്ഥിക്കുന്നത്. കാരണം ആ അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അബദ്ധമാവാതിരിക്കാൻ ആരുടെ സഹായം വേണം? ജഗദംബികയുടെ. വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴും വാണി വൈഭവമോഹിനി ത്രിജഗദാംനാഥേ വിരിഞ്ച പ്രിയേ വാണീ ദോഷമശേഷമാശുകളവാൻ എന്നാവിലാത്താതരം വാണിയിടേണമതിന് നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ആ ജഗദമ്പിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വാക്കുകൾ വേണ്ടപ്പോൾ വരുന്നത് തന്നെ. അതിനുവേണ്ടി ആ ജഗദമ്പിയെ നമ്മൾ ആശ്രയിക്കുന്നു. അക്ഷരത്തെ ആശ്രയിക്കുന്നു. കുട്ടികളെ എഴുതിയെഴുതുന്നു. ഹരിശ്രീ ഗണപതയെ നമോ അവിഘ്നവസ്തു ശ്രീ ഗുരുഭ്യോ നമ അതൊക്കെ എഴുതിക്കൊണ്ട് അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് അവരെ ഈ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് വരുന്ന കാലത്ത് ഉപയോഗിക്കാവുന്ന അക്ഷരത്തിൻ്റെ അടിത്തറ ഉണ്ടായിക്കൂടുക. എന്തെങ്കിലുമൊക്കെ കുറേ സമ്മേളന ഹാളിൽ വെച്ച് നടത്തേണ്ട കാര്യങ്ങളൊന്നുമല്ല ഈ എഴുത്തിനെഴുത്തിൽ പത്രാഫീസുകൾ നടത്തേണ്ടതല്ല. മറിച്ച് എവിടെയാണ് വേണ്ടത്? ആ ക്ഷേത്രങ്ങളിലോ ആചാര്യന്മാരുടെ അടുത്തോ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈശ്വര ആരാധനപൂർവ്വം, മന്ത്രാരാധനപൂർവ്വം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കേരളത്തിലാണ് ഈ ചോറ്റാനിക്കരയും അതുപോലെ തന്നെ മൂകാംബികയും അതാത് ക്ഷേത്രങ്ങൾ, നാട്ടിലെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എല്ലാവിടെയും ആവാം.
അങ്ങനെയുള്ള ക്ഷേത്രാങ്കണങ്ങളിലും ആചാര്യസന്നിധിയിലും കുട്ടിക്കുണ്ടാവുന്ന, കാരണം ഈ അക്ഷരം ഈ ഇതിൽ ഒതുങ്ങുന്ന 2 വരിയിൽ ഒതുങ്ങുന്നില്ല. ആ കുട്ടിയുടെ അക്ഷരങ്ങളുടെ വലിയ സാമ്രാജ്യത്തിലേക്ക് മുന്നോട്ടത്തിൻ്റെ തുടക്കം കുറിക്കൽ മാത്രമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ജഗദംബിയെ തന്നെ ആശ്രയിക്കണം. അതുകൊണ്ട് ഇവിടെ ധ്യേയം നിദ്രാം ഭഗവതീം വിഷ്ണു അതുലാം തേജസ പ്രഭു. ഇവിടെ ആ മഹാവിഷ്ണുവിൻ്റെ നിദ്രാസ്വരൂപമായിരിക്കുന്ന ജഗദംബിയാണ് അവിടെ പ്രാർത്ഥിച്ചത്. കാരണം നമുക്ക് ഉറക്കം വേണ്ടേ, നിദ്ര വേണ്ടേ. 10 ദിവസം നമ്മൾ ഉറങ്ങിയില്ല വയ്ക്കുക, രാവുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ആൾ മാറി, പിന്നെ സ്വഭാവം മാറി, പിന്നെ ഒന്നും പറയുന്നത് ചെയ്യുന്നോ ഒന്നായിരിക്കില്ല 10 ദിവസം ഉറക്കം കിട്ടായിരുന്നാൽ. അപ്പോൾ ഉറക്കം കിട്ടുകയാണെങ്കിൽ എന്ത് വേണം? ആ നിദ്രാദേവി ജഗദംബിയുടെ അനുഗ്രഹം. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുനടക്കുമ്പോഴും ഒക്കെ അനുഗ്രഹമുണ്ട്. അതാണ് സത്യം. നമ്മൾ പറയാതെ തന്നെ, ആവശ്യപ്പെടാതെ തന്നെ, പ്രാർത്ഥിക്കാതെ തന്നെ നമ്മളെ വേണ്ട പോലെ ഉറക്കാനും ഉണർത്താനും വേണ്ടത് ചെയ്യാനും ചെയ്യിക്കാനൊക്കെ ഏതോ ഒരു ശക്തി കൊണ്ടു നടക്കുകയാണ്. ആ നിദ്രാഭഗവതിയാണ് ഇവിടെ സ്തുതിച്ചത്. ആ സ്തുതി അവിടെ ദേവി ജഗദംബിയെ കേട്ടു. കാരണം മനസ്സുരി പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവി അവിടെ ആ ബ്രഹ്മാവിൻ്റെ മുന്നിൽ ആകാശത്തിൽ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ആ ജഗദംബിയെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ സങ്കടമെല്ലാം മാറി. ആ ജഗദംബിയെ കണ്ട രൂപം തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യത്തിൽ ആ ബ്രഹ്മാവിൻ്റെ തന്നെ വാക്കുകളുടെ രൂപത്തിലാണ്. ഗഡ്ഗം ചക്രഗദേശു ചാപപരികാശൂലം ഭുഷുണ്ഡീം ശിരശങ്കം സന്തതീം കരൈസ്തൃനയനാം സർവാംഗഭൂഷാവൃതാം നീലാസ്മദ്യുതിമാസ്യപാദശകാം സേവേ മഹാകാളികാം യാമസ്തോ സവിതേ ഹരൗ കമലജോ ഹന്തും മധും കൈളഭം. ഗഡ്ഗം, ചക്രം, ഗദ, അതുപോലെ തന്നെ അമ്പ്, വില്ല്, ശൂലം, പരിഖ മുതലായിട്ടുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് 8 കൈകളോടുകൂടി, ത്രിനയന 3 കണ്ണുകളോടി, സർവാംഗഭൂഷാവൃതം സർവാംഗങ്ങളിലും ഭൂഷണങ്ങൾ ആഭരണങ്ങൾ നിറച്ചുകൊണ്ട്, നീലശ്യാമ ദുതിമ അസ്യപാദശ മുഖവും കാലൊക്കെ നീല നിറം കലർന്നുകൊണ്ട് നിൽക്കുന്ന ആ മഹാകാളി സ്വരൂപമായുള്ള ദേവി ഹന്തും മധും കൈടവും മധുകൈടവന്മാരെ വധിക്കുവാനായി ഇപ്പോൾ ഇതാ അതിന് കാരണമായിക്കൊണ്ട്, നേരിട്ട് വധിക്കുകയല്ല, കാരണമായിക്കൊണ്ട് ഇതാ ആകാശമാർഗേണ നിന്നു. അങ്ങനെ നിൽക്കാൻ എന്താ കാരണം? ഇപ്പോൾ എവിടെയായിരുന്നു? ഇതുവരെ വിഷ്ണുവിലായിരുന്നു. നേസ്ത്രാസ്യ നാസികാബാഹു ഹൃദയേഭ്യസ്തോരസ നിർഗമ്യ ദർശനേതസ്തു ബ്രഹ്മണോ അവ്യക്തജന്മന എന്നാണ്. അദ്ദേഹത്തിന് നേത്രം, ആസ്യം, ബാഹു എന്നൊരു കണ്ണ്, കൈകൾ, ശരീരം, കാല് മുതൽ കേശാദിപാദം ആ ദേവി മഹാവിഷ്ണുവിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ സംതൃപ്തിയായിട്ടുള്ള ദേവി മെല്ലെ ആ ഭഗവാനിൽ നിന്ന്, ഭഗവാന്റെ അംശം തന്നെ ആയിട്ടുള്ള മായാദേവി, മഹതമായ മഹാന്റെ മായയായിട്ടുള്ള ആ മഹാമായ മെല്ലെ മുകളിലേക്ക് നിന്നപ്പോൾ അത്ര നേരമുള്ള ആ നിദ്ര വിട്ടപ്പോൾ മഹാവിഷ്ണു വളരെ സന്തോഷമായിട്ട് ഉണർന്നു. ആ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തലാണല്ലോ ലക്ഷ്യം. അതുകൊണ്ട് ആ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു വന്ന ആ മഹാവിഷ്ണു അപ്പോൾ കണ്ടത് അതിഘോരന്മാരായിട്ടുള്ള 2 ഭീകരന്മാരായിട്ടുള്ള അസുരന്മാരാണ്. മധു എന്നും കൈടഭൻ എന്നും പേരുള്ള 2 ആൾ ആട്ടസഹിച്ച് മഹാവിഷ്ണു ഉണർന്നെന്ന് കണ്ടപ്പോൾ ഒന്നും ചോദിക്കാനും പറയാമെന്നില്ല, ആയുധമെടുത്ത് നേരെ മഹാവിഷ്ണുവിൻ്റെ മേലെ എടുത്ത് ചാടി യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ഭഗവാൻ അതുപോലെ തന്നെ അവിടെ ഒപ്പം ശംഖചക്ര കഥാത്മകളൊക്കെ എത്തിയ ഭഗവാൻ ഇവരായിട്ട് യുദ്ധം നടത്തി. അവർ മോശക്കാരൊന്നുമില്ല, അതിഗംഭീരന്മാരാണ്. വളരെ കാലം 5 വർഷ സഹസ്രാണി ബാഹുപ്രഹരണോ വിഭു എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. 5000 വർഷം ആ കയ്യൊക്കെ കാണിച്ചുകൊണ്ട് 2 അസുരന്മാർ. ഒന്ന് മധു ഭഗവാനോട് ഏറ്റുമുട്ടും. കുറേ കാലം മധു പരവശനാകുമ്പോൾ മാറി ഒരു ഭാഗത്തിരിക്കും, കൈടവൻ വരും. കൈടവൻ ഭഗവാനായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹം മാറിയിരിക്കും, മധു വരും. ഇങ്ങനെ മധുവും കൈടവനും മാറി 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 വന്ന് ഭഗവാൻ ഒറ്റയ്ക്ക് നേരിടുകയാണ്. പെട്ടെന്നൊന്നും ഭഗവാന് അവരെ കീഴടക്കാനും കഴിഞ്ഞില്ല. കാരണം അത്ര ശക്തരായിട്ടുള്ള മോശക്കാരല്ലോ എതിരാളികളും. നായകനെ പോലെ തന്നെ അല്ലേ പ്രതിനായകനും മോശമായില്ല. അതുകൊണ്ട് ഈ പ്രതിനായകന്മാരും വളരെ കാലം യുദ്ധം അങ്ങനെ നീണ്ടു നിന്നു. ആർക്കും രക്ഷയില്ല. ഇവിടെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ബ്രഹ്മാവ് പോലും. അപ്പോൾ ഇപ്പോൾ ഞാനിതാ ആഗ്രഹിച്ചു, ഇതാ ദേവി വന്നു, നിദ്രാ ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് മഹാവിഷ്ണു ഉണർന്നു. പക്ഷേ ഈ യുദ്ധത്തിന് അന്ത്യം കാണുന്നില്ല. അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ബ്രഹ്മാവ് വീണ്ടും ആ ജഗദംബിയെ തന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അവർ പെട്ടെന്ന് അവർ വികട സരസ്വതിയായി വരുന്ന പോലെ തന്നെ വികട സരസ്വതിയായിട്ടും ദേവി വരാറുണ്ട് ചിലർക്ക്. നമുക്ക് രാമായണ കഥയിൽ അറിയാലോ,
കുംഭകർണ നിർദേവത്വേച്ഛയാവരെ നിദ്രാവത്വം തഥാ ദേവന്മാരില്ലാതെ നിർദേവത്വം ദേവന്മാരില്ലാതെ അവിടെ ദേവന്മാരില്ലാതെ പ്രാർത്ഥിച്ച് വികട സരസ് വന്നപ്പോൾ നിദ്രാവത്വം എന്നായി. നിർദേവത്വം പോയിട്ട് ഉറക്കത്തിലായി. പിന്നെ ഇവർ പ്രാർത്ഥിച്ചാണല്ലോ പകുതി 6 മാസം ഉറക്കമൊക്കെ കുംഭകർണൻ വന്നത്. അതേപോലെ ഇവർ കുറേ നേരം യുദ്ധം ചെയ്തപ്പോൾ ഇവർ താവപ്പതി ബലോന്മത്തവും ഈ വിഷ്ണുവിനോട് ഇത്രയും യുദ്ധം ചെയ്യാൻ സാധിച്ചതാണ് ഞങ്ങളെന്നുള്ള അഹന്നുള്ള ബോധം ആ 2 അസുരന്മാരെയും ശരിക്കും ഉന്മത്തരാക്കി. മാത്രമല്ല മഹാമായ വിമോഹിതോ, ആ മഹാമായയാൽ മോഹിക്കപ്പെടുകയും കൂടെ ആയപ്പോൾ ഉക്തവന്തോ വരോസ്മത്തോ, അവർ 2 പേരും എന്താ പറഞ്ഞത്? വ്രിയതാമിതി കേശവം അസ്മത്തഃ വരം വ്രിയതാം, ഞങ്ങളിൽ നിന്നും അങ്ങ് വരം സ്വീകരിക്കണം, അങ്ങയുടെ ബാഹുബലം ഞങ്ങൾ കണ്ടറിഞ്ഞു, ഗംഭീരത്തിന് എന്ത് വരം ചോദിച്ചാലും തരാം. എന്താ വരം കൊടുക്കുന്നത്? ഈശ്വരനാണ്. ഈശ്വരനേക്കാൾ വലുതായി എന്ന തോന്നൽ ഇവർക്ക് വന്നും കഴിഞ്ഞു. ഭഗവാൻ എന്തായാലും അത് കേട്ടപ്പോൾ സന്തോഷമായി, പറഞ്ഞു ആവാലോ. ഭഗവാൻ എന്താ പറഞ്ഞത്? ഭവേദാ മധ്യമേ തുഷ്ടോ മമവദ്യോ ഉഭാവവി കിമന്യേന വരേണ അത്ര ഏതാവദ്യവൃതം മമ. ഇനി എന്ത് വരാണ് ചോദിക്കേണ്ടത്? ഭവേദാ മധ്യമേ തുഷ്ടവും, അത്ര സന്തോഷത്തോടെ എനിക്ക് വരം തരികയാണെന്ന് വെച്ചാൽ മമ വദ്യൗ ഉഭൗ വവി, നിങ്ങൾ 2 പേരും വധിക്കപ്പെടണം. നിങ്ങൾ 2 എൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടണം. അല്ലാതെ എന്ത് വരാണ് ചോദിക്കുക? അന്യേനെ വരാണ്. എന്തിനാ ഇപ്പോൾ യുദ്ധം ചെയ്ത്? നമ്മൾ 2 ലക്ഷ്യം ഒന്നാ, എന്നെ വധിക്കുന്നത് വിചാരിച്ച് നിങ്ങൾ 2 യുദ്ധം ചെയ്തു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ വധിക്കാനും യുദ്ധം ചെയ്തു. ഇടയ്ക്കേറി നിങ്ങൾ ചോദിക്കുന്നത് എന്ത് വരം? ഒരു വരവും ചോദിക്കാനില്ല. നിങ്ങൾ 2 എൻ്റെ കൈ കൊണ്ട് കൊല്ലപ്പെടണം ചോദിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് അവർക്ക് വഞ്ചിതാഭ്യാമിതത, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പിന്നെന്താ ചെയ്യുക? വധിക്കാൻ നിന്ന് കൊടുക്കുക. അങ്ങനെ നിന്ന് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ വഴി പഴുതെപ്പോഴും കാണാനുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥ മനുഷ്യന്മാർക്കും എല്ലാവർക്കും ഉണ്ട്, അസുരന്മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അസുരന്മാർ എന്ത് ചെയ്തിച്ചു? ആകെ നോക്കി, സർവം ആപോമയം ജഗൽ. അവിടെ നോക്കിയപ്പോൾ വെള്ളം മാത്രമേ കാണാൻ, വേറെ ലോകമൊന്നുമില്ല. ഈ 2 അസുരന്മാർക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നുണ്ട്, വെള്ളം മാത്രം അവിടെയുണ്ട്. ആ വെള്ളം മാത്രം നിൽക്കുന്ന ആ സ്ഥലത്ത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒന്നും വെള്ളമില്ല. അപ്പോൾ ഒന്നും കൂടെ ചോദിക്കാം, ഒരു ഉപാധി പറയാം. എന്ത്? വെള്ളം എവിടെ ഇല്ലയോ അവിടെ വെച്ച് നമുക്ക് യുദ്ധം ചെയ്യാം. വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വധിക്കപ്പെടാം, ഞങ്ങളെ വധിച്ചോളൂ. വെള്ളമില്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊല്ലാൻ സമ്മതം തന്നിരിക്കുന്നു. അങ്ങനെയോ? അങ്ങനെ ആവാലോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ തൃത്വടയെ ഒന്ന് വലുതാക്കി. വളരെ. അപ്പോൾ ഒന്ന് വലുതാക്കുക പറഞ്ഞാൽ അവിടെ 100 യോജന പരന്നു ഭഗവാന്റെ തൃക്കാൽ. അപ്പോൾ ഇവരും മോശക്കാരൊന്നുമല്ലോ, ഇവരും അതിനനുസരിച്ച് അവരെ ശരീരം വലുതാക്കാൻ അവർക്കും കഴിയുമായിരുന്നു. പക്ഷേ അവർ ഈ ജലാംശത്തിൻ്റെ ജലമേഖലയുടെ ജലപ്പരപ്പിൻ്റെ 1/3 ഭാഗവും ഈ അസുരന്മാരുടെ 2 കൊണ്ട് ശരീരം നിറഞ്ഞപ്പോൾ അതിനേക്കാൾ വേഗം ഭഗവാൻ വലിയ ശരീരത്തിൻ്റെ ആക്കി തൃത്വടയിൽ അവരെ ശിരസ് വെച്ച് തൃച്ചക്രം കൊണ്ട് അവർ 2 പേര് ശിരസ്സറുത്തു. അപ്പോൾ അവരിൽ നിന്ന് ആ മധു എന്ന കൈടവ എന്ന 2 അസുരന്മാരുടെ ആ മാംസവും മേധസ്സൊക്കെ നിറഞ്ഞ് മണ്ണായി ഭൂമിയായെന്ന് കഥയുണ്ട്. മണ്ണ് തിന്നാൻ പാടില്ല, അസുരൻ്റെ മേധസ്സാന്നൊക്കെ പറയും. അപ്പോൾ ഏതായാലും ആ ഭൂമിക്ക് തന്നെ കാരണമായി അസുരന്മാരുടെ മേധസ് എന്നുള്ള ഒരു കഥ. എങ്കിലും അത് ദൈവമാത്ഭുതം പറയില്ല. ദൈവമാത്ഭുതത്തിനനുസരിച്ച് ഈ മധുവിനെയും കൈടഭനെയും വധിക്കുവാൻ കാരണക്കാരിയായി നിന്നത് ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട ജഗദംബിയാണ്. അപ്പോൾ ആ ജഗദംബികയാണ് മധുകൈടവ വധത്തിന് ഹേതുവായിരുന്നത്. മധുമധുരേ മധു കൈടബഞ്ചിനി കൈടബഞ്ചിനി രാസരത്തെ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ എന്നൊക്കെ പറയുന്നത് മധുകൈടബഞ്ചിനി. മധുകൈടവന്മാരെ വധിക്കുവാൻ കാരണക്കാരിയായി നിന്ന് അല്ലയോ ജഗദംബികെ മഹിഷാസുരമർദിനി, അവിടുന്ന് വിജയിച്ചാലും എന്നാണ് ആദ്യത്തെ ചരിത്രമാണ്. മഹാകാളിയായിട്ട് വന്നത്, ഭദ്രകാളിയായി ജഗദംബിക അവതരിച്ചത്. ഭദ്രം കലയതീതി ഭദ്രകാളിയാണ്. നന്മ ഉണ്ടാക്കുന്നവൾ ഭദ്രകാളി. ഭദ്രം പറഞ്ഞാൽ നന്മ എന്നാണല്ലോ അർത്ഥം. ഭദ്രകാളിയെ പോലെ ഭദ്രകാളി എന്നുള്ള ക്രൂര സ്വഭാവം എന്നല്ല, ഭദ്രമുണ്ടാക്കുന്നതാണ്. ഭദ്രമാക്കുക നന്മയാണ്, ഏറ്റവും ശാന്തമായിട്ട് സ്വരൂപം കൂടെയാണ്. അതുകൊണ്ട് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാളൊക്കെ പിടിച്ച് അങ്ങനെ കണ്ടിട്ട് ഭദ്രകാളി പേടിപ്പെടുത്തുന്ന രൂപമൊന്നുമല്ല. ഭദ്രം കരയതി ആ പക്ഷേ തമോരൂപിണിയാണ്, താമസരൂപിണിയായിട്ടാണ് അവിടെ ഭദ്രകാളിയെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുമുണ്ട്.
അപ്പോൾ അവിടെ ആ ഭദ്രകാളി ഉൽപ്പത്തി ഒന്നാമത്തേതിൽ പ്രഥമ ചരിത്രം എന്ന് പറഞ്ഞു. ഇനി മഹിഷാസുരനെ വധിക്കുന്ന അതിനെ രാജസ്വരൂപിണിയായിട്ട് മഹാലക്ഷ്മിയായിട്ട് അവതരിച്ച കഥയാണ് രണ്ടാമത് ചരിത്രത്തിൽ പറയുക. അവിടെ അതുപോലെ തന്നെ ഇവിടെ ദേവാസുര യുദ്ധം തന്നെയാണ് പ്രധാനമായിട്ട് എപ്പോഴും ഒരാൾ ദേവാസുരബോധ യുദ്ധം പൂർണ്ണം അബ്ദശതംപുര മഹിഷേസുരാണാമധിവേ ദേവാനാം ചപുരന്തരെ. ആ ദേവാസുരന്മാർ തമ്മിലുള്ള യുദ്ധം പണ്ടും ഉണ്ടായിട്ടുണ്ട്. വർഷശതംപുര അബ്ദശതംപുര 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദേവാസുര യുദ്ധം ഉണ്ടായി. അപ്പോൾ ദേവാസുര യുദ്ധം എന്നുണ്ട്, അന്നുണ്ട്, ഇന്നുണ്ട്. നന്മതിന്മകളുടെ യുദ്ധമാണ് ദേവാസുര യുദ്ധം എന്ന് പറയുന്നത്. ഇന്നും നടക്കുന്ന യുദ്ധങ്ങളൊക്കെ അതിന് ലോകയുദ്ധമാവട്ടെ, നമ്മുടെ മനസ്സിലെ സംഘടനകളാവട്ടെ, മനസ്സിൽ യുദ്ധം നടക്കുന്നുണ്ട്. പല സമയത്ത് നമുക്ക് ഈ വഴിക്ക് പോകണോ ആ വഴിക്ക് പോകണോ സംശയം തോന്നും. നന്മയുടെ വഴിക്ക് വരണമെങ്കിൽ അതിനൊരു ഈശ്വരാനുഗ്രഹം വേണം, അല്ലെങ്കിൽ തിന്മയുടെ വഴിക്ക് പോകും. ഒരു കുട്ടി ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാലോ, മുമ്പത്തേക്കാളും ചെറുപ്പക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങളും ലഹരി പദാർത്ഥങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഒരു പാലത്തിൻ്റെ അടുത്തുകൂടെ ഒരു സൂട്ട് കേസ് എടുത്ത് അങ്ങോട്ട് കൊണ്ടുവച്ചാൽ 5000 രൂപ തരാമെന്ന് ഏതോ ഒരാൾ അപരിചിതൻ പറയുകയാണ്. എന്തു ചെയ്യും? 5000 ഈ പെട്ടി അവിടെ വയ്ക്കേ വേണ്ടു. ഒന്നും ആലോചിക്കാതെ ആ സംസ്കാരമുള്ളൊരു കുട്ടി അത് അവിടെ കൊണ്ടുവയ്ക്കും. വീട്ടിൽ തന്നെ ഈശ്വരാധീനം സംസ്കാരം പഠിച്ചാൽ അങ്ങനെ 5000 ആവശ്യമില്ല. അതിലെന്തോ ചതി ഉണ്ടാവും എന്ന് ചിന്തിച്ച് അതിന് വഴങ്ങാതെ പോവുകയും ചെയ്യും. ഈ വഴങ്ങാതെ പോയ ആൾ അങ്ങനെ രക്ഷപ്പെട്ടു പോകും. വഴങ്ങിയാൽ 2-3 തവണ 5000 കിട്ടും, അടുത്ത തവണ ഉറപ്പാണ് പിടിച്ചകത്താവുന്ന ഉറപ്പാണ്. അതുവരെ അത് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ഈ പരനാൾ കള്ളൻ ഒരു നാൾ അകപ്പെടുന്നു പറഞ്ഞ പോലെ നിർത്തില്ല, ആവർത്തിച്ച് ചെയ്യും. ധാരാളം പത്രത്തിൽ വായിക്കുന്നതൊക്കെ കുട്ടികളുടെ സ്വഭാവ ദൂഷ്യമൊന്നുമല്ല, കുറേയൊക്കെ ഇങ്ങനെ പ്രലോഭനത്തിൽ വീഴുകയാണ്. രക്ഷിതാക്കൾക്ക് എല്ലാവരും പറയുന്നൊരു വിഷയമാണത്. കാരണം നമുക്ക് ഒരു കണ്ണു വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവർ എന്താണ് പുറത്തുപോയി നടത്തുന്നതെന്ന് അറിയില്ല. അവരെ വലവേശി പിടിച്ച് ഒരുപാട് അപകടങ്ങൾ പെടുത്താനുള്ള സംവിധാനം നിലനിൽക്കുമ്പോൾ അവിടെ ആധാരബോധമായി നമുക്ക് വരുന്നത് നമ്മുടെ ശാസ്ത്രവും അന്യൻ്റെ മുതൽ ഇച്ഛിക്കാതിരിക്കുകയും പണിയെടുക്കാതെ നമുക്ക് പരാർത്ഥിതം ധനം, അത് ഏറ്റവും നീചമാണ്. മറ്റുള്ളവരുടെ ധനം എടുക്കുന്നത് ശരിയല്ല. ഒന്നും ചെയ്യാതെ ഒന്നും കിട്ടേണ്ടതില്ല. അധ്വാനിച്ച് ലഭിക്കുന്നത് മാത്രം നമുക്ക് മതി. അതുകൊണ്ടുണ്ടാവുന്ന പണം കൊണ്ടൊന്നും ആവില്ല. മനസ്സിൻ്റെ സമാധാനമാണ് വലുത്. സമാധാനത്തിന് എന്ത് വേണം? ശരിയായിട്ടുള്ള ധാർമ്മികമായ പ്രവൃത്തിയിൽ കൂടെ മാത്രം അർത്ഥം നേടുന്ന ഉറപ്പിച്ച ഒരാൾക്ക് ഇതുപോലുള്ള അപകടങ്ങൾ ചാടുകയില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ജഗദംബികയുടെ ഭഗവാന്റെ കടാക്ഷം വേണം. ആ വഴിക്ക് പോകാനേ തോന്നില്ല, വഴി മാറിപ്പോവും. അന്ന് വഴി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ നിശ്ചയമുണ്ട്, ഭഗവാൻ കൂടെയുണ്ടെന്നർത്ഥം. അങ്ങനെയുള്ള ആ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ടാണ് അത്തരം വഴികളിലേക്ക് ചാടിപ്പോകാത്തത്. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ അവർക്ക് ആ സംസ്കാരം പഠിപ്പിക്കണം, ആ പ്രാർത്ഥന നമ്മൾക്കുണ്ടായിരിക്കണം, ആ ജഗദംബയുടെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ദേവാസുര യുദ്ധം എന്ന് പറയുന്നത് വെറും പുറമേയുള്ള ഏതോ 2 ഒരു വിരുദ്ധമായിട്ടുള്ള ആശയക്കാരല്ല. നമ്മുടെ ഉള്ളിൽ പോലും നല്ലതിൻ്റെയും ചീത്തയുടെയും ഭാഗം എവിടെ ചേരണമെന്ന് ആശ്രയിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹമുള്ളവർ നന്മയുടെ ഭാഗത്തേക്ക് തന്നെ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ വലിയ അപകടങ്ങളാവുന്ന തിന്മയിൽ കൂപ്പുകുത്തുകയും ചെയ്യും. ആ യുദ്ധമാണ് ഇവിടെ മഹിഷനെ പോത്തിൻ്റെ തലയുള്ള ഒരു അസുരനായിട്ട് ചിത്രീകരിച്ചതെന്ന് മാത്രം. ആ ദേവിയും പോത്തിൻ്റെ തലയുള്ള അസുരമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുത്തത്. മഹിഷാസുരൻ്റെ അനവധി യോദ്ധാക്കൾ അവിടെ യുദ്ധത്തിനായിട്ട് വന്നു. അവരൊക്കെ ദേവി തൻ്റെ ആയുധങ്ങളെ കൊണ്ട് വധിച്ചു. അവസാനം മഹിഷാസുരൻ തന്നെ സ്വയം ഒരു വലിയ ആനയുടെ പുറത്ത് കയറി യുദ്ധത്തിനായിട്ട് വന്നു. ദേവിയും വേറൊരു സിംഹത്തിൻ്റെ പുറത്ത് കയറി ആനയുടെ മസ്തകം അടിച്ചു പൊളിച്ചു. തത്ര നിരാധാരൻ ആകാശത്ത് നിന്നുകൊണ്ടാണ് അസ്ത്രങ്ങൾ പൊഴിച്ചത് മഹിഷാസുരൻ. തത്രൈവ നിരാധാരയായിട്ട് ജഗദംബിയെയും അതേപോലെ തന്നെ ശസ്ത്രപ്രത്യസ്ത്രവർഷിണി ഏത് അസ്ത്രങ്ങൾ പ്രയോഗിച്ചോ അതിനുള്ള പ്രത്യസ്ത്രങ്ങളും കൂടെ അവിടെ പ്രയോഗിച്ചു. അങ്ങനെ ദീർഘനേരം നീണ്ടുനിന്ന ഉഗ്രാസൻ, ഉഗ്രവീരൻ, അതുപോലെ തന്നെ ദതിമുഖ, ഒരുപാട് അസുരന്മാരുടെ പേര് ഇത് പറയും. ചുഷു സകലാലോക സമുദ്രാശ സകംബരെ ചചാല വസുധാചേരു സകലാശമഹീതരാഹ ജയേതി ദേവാശ്വമുദാത അമോജിസിംഹവാഹിനി എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവന്മാരെല്ലാം ജയ ദേവിയെ ആ യുദ്ധത്തിൽ ലോകം നിറഞ്ഞ രൂപമായിട്ടിരിക്കുന്നത്
സൂര്യസ്പർദ്ധി കിരീടമായിട്ടുള്ള കിരീടമുണ്ട്, ആ ദേവിയുടെ തിളങ്ങുന്ന കണ്ണുകളുണ്ട്, കയ്യിൽ വലിയ വാളുണ്ട്, സിംഹാരൂഢയായിട്ടാണ് ഇരിക്കുന്നത്. ആ മന്ദഹാസപ്രഭയിൽ ലോകം മുഴുവൻ അങ്ങ് സ്തംഭിച്ച് നിന്നുപോവുകയാണ്. ആർത്ത അട്ടഹാസങ്ങൾ അസുരന്മാരുടെ വരുമ്പോൾ അവർക്കെതിരെയുള്ള സിംഹഗർജനങ്ങൾ കൊണ്ട് നാട് നടുങ്ങുന്നുണ്ട്, ദിഗന്ധങ്ങൾ മുഴങ്ങുന്നുണ്ട്. മഹിഷാസുരൻ തൻ്റെ വാലുകൊണ്ട് ആ സമുദ്രത്തെ പോലും ഇളക്കി മറിക്കുന്നുണ്ട്. ആ വലിയ പർവ്വതങ്ങളെ പോലും തൻ്റെ കൊമ്പ് കൊണ്ട് കുത്തി ദേവിക്ക് നേരെ എറിയുന്നുണ്ട്. അതെല്ലാം പരിച കൊണ്ട് തട്ടി വീഴ്ത്തിക്കൊണ്ട് വലിയ അട്ടഹാസത്തോടെ ആ സിംഹാരൂഢയായിട്ടുള്ള ദേവി അവനെ ചവിട്ടി മറത്തി വീണ് ആ വലിയ കൊമ്പുള്ള അസുരനെ കിടക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു കാല് വെച്ച് അമർത്തി പിടിച്ച് ശൂലം കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ശൂലം കയറ്റിക്കൊണ്ട് മഹിഷാസുരൻ്റെ വധം അവിടെ നടത്തിക്കഴിഞ്ഞു. മഹിഷാസുരൻ്റെ വധം നടന്നപ്പോൾ അവിടെ ദേവന്മാരെല്ലാം സന്തോഷിച്ചു. ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകവർദ്ദിനി ശൈലസുതേ. അല്ലയോ മഹിഷാസുരമർദ്ദിനി, മഹിഷൻ എന്നുള്ള അസുരനെ മർദ്ദിച്ച അല്ലയോ ജഗദംബികയെ രമ്യ കവർദ്ദിനി, മനോഹരമായിട്ടുള്ള മുടിക്കെട്ടോടു കൂടിയുള്ള ശൈലസുതേ. ശൈലം ഹിമാലയം, ഹിമാലയത്തിൻ്റെ പുത്രി പാർവതി, പർവ്വതത്തിൻ്റെ പുത്രിയായിട്ടുള്ള അല്ലയോ പാർവതി ദേവി, അവിടുന്ന് ജയിച്ചാലും എന്ന് ആരവങ്ങളോടെ അവർ പറഞ്ഞു. അതിൽ ദേവിമാൽപത്തിലെ ആ ദേവന്മാരുടെ സ്തുതി തന്നെ വളരെ വിസ്തരിച്ചാണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്. അവിടെ ദേവിയാണ് എന്താണ്, യാ ശ്രീ സ്വയം സുഹൃദിനാം ഭവനേഷു ലക്ഷ്മീ പാപാത്മനാം കൃതിയാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സദാം കുലജന പ്രവസലജ്ജാതാം ത്വാം നദാസ്മി പരിപാലയ ദേവി വിശ്വം. ഇവിടെ ലക്ഷ്മി യാ ശ്രീ സ്വയം സുഹൃദിനാം ഭവനേഷു, സുഹൃതികളുടെ സുഹൃതം ചെയ്തവർ, ജഗതി സുഹൃതി ലോകൈഹി നന്ദിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സുഹൃതം എന്ന് പറഞ്ഞാൽ സൽകൃതം. ഈ സൽകൃതം ചെയ്തവരാൽ മാത്രമാണ് ഈശ്വരൻ ആരാധിക്കപ്പെടുക. നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ പോകുന്നു, ജഗദംബിയെ തൊഴാൻ പോകുന്നു, ക്ഷേത്രാചാരങ്ങൾ വിശ്വസിക്കുന്നു, ഭാഗവതത്തിൻ്റെ മുന്നിൽ എത്തുന്നു. ഇതൊക്കെ എന്താ കാരണം? സുഹൃതം ഒന്നുകൊണ്ട് മാത്രം. സുഹൃതി ലോകൈഹി നന്ദിത. അപ്പോൾ ഈശ്വരനെ ആരാധിക്കാൻ ആൾ കുറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സുഹൃത്തുള്ളവർക്കല്ലേ വരാൻ പറ്റുള്ളൂ. സത്സംഗങ്ങളിൽ ആൾ കുറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന സുഹൃതമല്ലേ? സുഹൃതം ലഭിച്ചവർക്കേ സാധിക്കുള്ളൂ, ഇല്ലാത്തവർ വരുന്നില്ല. അതിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. കാരണം അതിനൊരു സുഹൃതം വേറെ വേണം. അതെപ്പോഴും കുറവായി. സുഹൃതം ലഭിച്ച അമൃത് ദേവന്മാർക്കല്ലേ കിട്ടിയുള്ളൂ, അസുരന്മാർക്ക് കിട്ടിയില്ലല്ലോ, മനുഷ്യന്മാർക്ക് കിട്ടിയില്ലല്ലോ, ലോകം മുഴുവൻ കിട്ടിയില്ലല്ലോ. അമൃത് പോലെയുള്ള വലിയ സംഭവങ്ങൾ കുറച്ച് പേർക്ക് മാത്രം, ടാറ്റയും ബെർലിയും അദാനിയൊക്കെ കുറച്ച് തന്നെ ഉള്ളൂ. അല്ലാതെ എല്ലാവരും അതൊന്നുമല്ല. അവരാണ് കുഷ്ഠോഷ്ടക്കേട് വേറെ. ആ പദവിയിലെത്തിയത് അവർ മാത്രമാണ്. എല്ലാവരും സോഷ്യലിസം നടക്കുന്ന കാര്യമല്ല. കാരണം ഭിന്നരുചിർഹി ജനാഹ, ഭിന്നരുചിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ 5 ആളുണ്ടെങ്കിൽ 5 സ്വഭാവക്കാരായിരിക്കും, 5 ഇഷ്ടമായിരിക്കും, 5 ദേവതാരാധനയായിരിക്കും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ മാറ്റി ഒന്നെന്നും പറയാനുള്ള കാര്യം എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ ഭിന്നരുചിയായിട്ടുള്ള ആൾക്കാരിൽ സുഹൃതം ലഭിച്ചവരാണ് ഈ സുഹൃതിനാം ഭവനേഷു. അങ്ങനെയുള്ളവരെയാണ് ലക്ഷ്മിയായിട്ട് ഐശ്വര്യമായിട്ട് ദേവി വിളങ്ങുന്നത്. അസത്തുക്കൾക്ക് അലക്ഷ്മിയായിട്ട് വിളങ്ങുന്നു. അതുപോലെ തന്നെ ശ്രദ്ധാസദാം, അതുപോലെ സത്തുക്കൾക്കാണ് ശ്രദ്ധയുണ്ടാവുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയിലൂടെയാണ് ജ്ഞാനം ലഭിക്കുന്നത് എന്ന് ഗീതയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉദ്ധരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സുഹൃത വേണം, ദേവിയുടെ അനുഗ്രഹം വേണം. ശ്രദ്ധാസദാം. നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ, ഈശ്വര കാര്യങ്ങൾ വിചാരമുണ്ട് എങ്കിൽ ഉറപ്പിക്കാം ദേവിയുടെ ശ്രദ്ധയുണ്ട്. ശ്രദ്ധാസദാം. കുലജനപ്രഭവസ്യ ലജ്ജ. കുലജനപ്രഭവസ്യ, സൽക്കുലത്തിൽ ജനിച്ചവർക്ക്, സൽക്കുലത്തിൽ ജനിക്കുക പറഞ്ഞാൽ ജന്മം കൊണ്ട് മാത്രമല്ല സ്വഭാവം കൊണ്ടും നല്ലത് വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് ലജ്ജ, നാണമുണ്ടാവും. എന്തിന്? തോന്നിയവാസം ചെയ്യാതിരിക്കാൻ. അല്ല, എല്ലാറ്റിനുമല്ല. നാണം വേണം. ഇല്ലായിരുന്ന എന്തും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് നമ്മുടെ ചില കാര്യങ്ങളിൽ ലജ്ജ വേണം. ഒന്നുമില്ലെങ്കിൽ ഒരു തോന്നണമെങ്കിലൊക്കെ പേടിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നും പേടിയില്ലാതെ എന്തും ചെയ്തു പോകും. അത് പാടില്ല. അപ്പോൾ അതിന് അരുതായ്മ ചെയ്യാൻ മനസ്സിനെ തടുക്കുന്നവിടെ ലജ്ജാദേവിയുണ്ട്. നേരത്തെ പറഞ്ഞ കഥയിൽ പറഞ്ഞ ആ കുട്ടിക്ക് അങ്ങനെ ചെയ്യേണ്ട തോന്നുന്നെങ്കിൽ അത് ലജ്ജയായി തോന്നുന്നത്, അത് ദേവിയുടെ പ്രഭാവമാണ് ആ ലജ്ജ. അരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കാതിരിക്കുക എന്നത് ലജ്ജയുടെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള തലമാണ്. നമുക്കറിയാം, മഹാദേവൻ അവിടുത്തെ അവസാനിക്കുമ്പോൾ ദേവി വന്നു.
ദേവി പാർവതി ഭഗവാനെ തന്നെ പതിയായി കിട്ടണം വെച്ചിട്ടാണ് ശുശ്രൂഷയ്ക്ക് കൂടിയത്. എങ്കിൽ പോലും തെല്ലുപോലും ഇളക്കാതെ മനസ്സിളകാതെ നിൽക്കുന്ന മഹാവീര് പോലെ നിൽക്കുന്ന മഹാദേവൻ്റെ മുന്നിൽ പാർവതി ദേവി ഹിമവാൻ്റെ പുത്രി തപസ്സിന് പോയപ്പോൾ അമ്മ വേണ്ട പറഞ്ഞാണല്ലോ പാർവതി ഉമ പോരുതേന്ന് പറഞ്ഞാണ് തപസ്സിന്. എന്നാലും പോയി. ഏതായാലും തപസ്സിന് പോയി. തപസ്സനുഷ്ഠിക്കുമ്പോൾ എത്ര പ്രസാദിപ്പിച്ചിട്ടും ഇളക്കമില്ല. അപ്പോഴാണ് ദേവേന്ദ്രൻ കാമദേവനെ വിളിച്ച് ഈ സമയത്ത് പറഞ്ഞയക്കുകയും കാമദേവൻ അവിടെ തൻ്റെ ആ ബാണങ്ങൾ പാർവതി ദേവി വരുമ്പോൾ ശിവന് നേരെ എഴുകയും ഒരു വളരെ ചെറിയൊരു മാത്ര അദ്ദേഹം അറിയാതെ ഹരസ്തു കിഞ്ചിൽ പരിലുപ്ത ധൈര്യശ്ചന്ദ്രോദയ ആരംഭ ഇവാംബുരാശി ഉമാമുഖേ ബിംബബലാധുരോഷ്ടേ വ്യാപാരയാമാസ വിലോചനാനി. ഹരൻ ആ ഭഗവാൻ ഒരു സെക്കൻഡ് അറിയാതെ മനസ്സും നൽകി ആ ഉമയുടെ മുഖത്തും അധരങ്ങളിലും ഒക്കെ തന്നെ മൂന്ന് കണ്ണുണ്ട്, 3 കണ്ണും വ്യാപരിച്ചു എന്നാണ്. പക്ഷെ അദ്ദേഹം ഉടനെ ചിന്തിച്ചു പോയി, മഹാദേവനാണ്, ഒട്ടും ഇളകാത്ത ആളാണ്, അങ്ങനെയുള്ള ആൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഒന്നുമില്ലാത്ത ആൾക്ക് ഒന്നും പ്രശ്നമല്ല. അപ്പോൾ കൊണ്ട് മഹാദേവനെ പോലുള്ള ആൾക്ക് മനസ്സളിയപ്പോൾ വിഷമം തോന്നിയെന്നാണ്. അപ്പോൾ ആരെയും കാണുന്നു വെച്ചിട്ടല്ല, ആരും കണ്ടില്ലെങ്കിലും അതിന് എന്തു വേണം? ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ ധർമ്മച്യുതി ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ പറയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവിടെ ഈ മഹിഷാസുരനെ വധിച്ച ദേവിയെ അവരെല്ലാം 2-ാം ചരിത്രത്തിലെ മഹാലക്ഷ്മിയായിട്ടും 3-ാം ചരിത്രത്തിൽ ശുംഭനിശുംഭന്മാർ എന്നുള്ള അസുരന്മാരാണ്. അവരെ വധിച്ചുള്ള കഥയിലാണ് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് പ്രസിദ്ധമായിട്ടുള്ള സ്തുതിയും നമുക്ക് അവിടെ വരുന്നത്. അവിടെയാണ് സുരതൻ സമാധി എന്ന 2 പേര് ആ ദേവിയെ ആശ്രയിച്ചുകൊണ്ട് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി അവർ ഇഹലോകവും അതുപോലെ തന്നെ ലോകം നേടിയത്. അതുകൊണ്ടാണ് നമുക്ക് അവരെ പോലെ സുരധനെയും സമാധിയെ പോലെ സുരഥ സമാധി സമാന സമാധിഷു ജാപ്യരതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ എന്ന് പറയാനുള്ള കാരണം അങ്ങനെ സുരത സമാധിമാർക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അവിടെ ധാരാളം ഭോഗം ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പരമജ്ഞാനം ആശ്രയിച്ചുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവർക്കും ഒരേപോലെ ആ ദേവി ജഗദംബിക നമ്മളെ പ്രസാദിക്കുന്നു എന്നാണ് ഈ ദേവി മഹാത്മ്യത്തിൽ പറയുന്നത്. ഈ സത്രവേദിയിൽ അതിൻ്റെ പ്രധാന ഭാരവാഹികളും അതുപോലെ നാരായണസ്വാമി മുതലായവരൊക്കെ ഉത്സാഹം കൊണ്ട് നടക്കുന്ന ഈ സത്രവേദിയിൽ ഭഗവാന്റെ ആ ജഗദംബയുടെ അനുഗ്രഹം മാരംകുളങ്ങര അമ്മയുടെ കൂടെ അനുഗ്രഹത്തോടെ ഇന്ന് ആ ദേവിയുടെ കഥകൾ കുറച്ചൊന്ന് അനുസ്മരിക്കാൻ സാധിച്ചതിൽ ആ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് അമ്മയെ സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ആ പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. കേളീലോലം ഉദാരനാദമുരളീ നാളീ നിലീനാദരം ധൂളി ധൂമള കാന്ത കുന്തള ഭരവ്യാസംഗി പിഞ്ചാഞ്ചലം നാളീകായതലോചനം നവഘനശ്യാമം കൊണൽ കിങ്കിണി പാളി ദന്തുര പിങ്കളാംബരതരം ഗോപാലബാലം ഭജേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.